വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. മൈ നെയിം ഇസ് നിമ്മി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് നമ്മൾ ഒരു പുതിയ ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഹ്യൂമൻ ന്യൂട്രീഷനെ പറ്റിയാണ് കേട്ടോ. അതായത് ഹ്യൂമൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ടോപ്പിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. സോ അതിൽ നമ്മൾ മെയിനായിട്ടും നോക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ്, ബാലൻസ് ന്യൂട്രീഷൻ. അതേപോലെ നമ്മൾ ന്യൂട്രിയൻസിനെ പറ്റിയും കൂടെ ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് RDA. ഓക്കെ, നമുക്കത് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പം ജസ്റ്റ് ഓർക്കുക, RDA നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഓക്കെ, RDA വാല്യൂസ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന്, അതായത് ഈ ഹ്യൂമൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ന്യൂട്രീഷൻ തെറാപ്പി ഉണ്ട് കേട്ടോ. ന്യൂട്രീഷൻ തെറാപ്പി നമുക്ക് വരുന്നുണ്ട്, ന്യൂട്രീഷൻ തെറാപ്പി. അപ്പം ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം മെയിനായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ വട്ടം ചോദിച്ചിട്ടുള്ളത് RDA റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് ന്യൂട്രീഷൻ തെറാപ്പിയാണ്. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഡിസീസസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കണ്ടീഷൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ചില ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കണ്ടീഷൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഈ 3 ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഹ്യൂമൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന മെയിൻ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ളത് ഈ 3 ഏരിയയിൽ നിന്നാണ്. ഏതൊക്കെയാണ്? ഒന്ന് RDA, രണ്ടാമത്തേത് ന്യൂട്രീഷൻ തെറാപ്പി എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. പിന്നെ വരുന്നത് ഡെഫിഷ്യൻസി കണ്ടീഷൻസ്. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഇത് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അതായത് RDAയും ഡെഫിഷ്യൻസി കണ്ടീഷൻസും പിന്നെ ന്യൂട്രീഷൻ തെറാപ്പിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്കിന്ന് ബാലൻസ്ഡ് ന്യൂട്രീഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. സോ ബാലൻസ്ഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരേപോലെ വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അത് ബാലൻസ് ചെയ്ത് വെക്കുകയാണ്. സോ ഇവിടെ ന്യൂട്രീഷൻ ഓർ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫുഡിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് അതെല്ലാം എന്താണ്, കറക്റ്റ് പ്രൊപ്പോർഷനിലൂടെ നമ്മൾ ഫുഡിലൂടെ എടുക്കുന്നതിനെയാണ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പം ബാലൻസ്ഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് വിച്ച് ഇൻക്ലൂഡ് എ വെറൈറ്റി ഓഫ് ഫുഡ്. പല ഗ്രൂപ്പ് ഓഫ് ഫുഡുകൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് നമുക്കിപ്പം സീരിയൽസ് അതിനകത്ത് എടുക്കും, പൾസസ് എടുക്കും, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ നമ്മൾ വാട്ടർ എടുക്കും, ഫൈബേഴ്സ് അതിനകത്ത് നിന്ന് എടുക്കും, ഫാറ്റ്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ചേരുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് വേണ്ട അളവിൽ ബാലൻസ് ചെയ്യുന്നതിനെയാണ്. സോ എ ബാലൻസ്ഡ് ഡയറ്റ് ഈസ് വൺ വിച്ച് ഇൻക്ലൂഡ് എ വെറൈറ്റി ഓഫ് ഫുഡ്. അതിനകത്ത് പല വെറൈറ്റീസ് ഓഫ് ഫുഡ് അതിനകത്ത് കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീരിയൽസ് കാണും, പൾസസ് കാണും, പിന്നെ മീറ്റ് അല്ലെങ്കിൽ ഫിഷ് കാണും, പിന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് അതിനകത്ത് വരാം. ഓക്കെ, അതേപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വരും. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് എ വെറൈറ്റി ഓഫ് ഫുഡ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇൻ അഡിക്വേറ്റ് എമൗണ്ട്, നമുക്ക് വേണ്ട അത്ര അളവിൽ അഡിക്വേറ്റ് എമൗണ്ടിൽ നമുക്ക് വേണ്ടത്ര എമൗണ്ടിൽ വെറൈറ്റി ഓഫ് ഫുഡ് കാണും. എന്തിനു വേണ്ടിയാണ്? ടു മീറ്റ് ദ ഡേയ്സ് റിക്വയർമെൻറ്റ്. അതായത് നമുക്കൊരു ഡെയിലി റിക്വയർമെൻ്റ് ഉണ്ട്. ഓക്കെ, ആ ഡെയിലി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസിൻ്റെയും ഡെയിലി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ വെറൈറ്റി ഓഫ് ഫുഡ് നമ്മൾ അഡിക്വേറ്റ് എമൗണ്ടിൽ എടുക്കുന്നതിനെയാണ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. വെറൈറ്റി ഓഫ് ഫുഡ് അതിനകത്ത് കാണും, ഇൻ അഡിക്വേറ്റ് എമൗണ്ട് കാണും, പിന്നെ എന്താണ്, കറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കും. ഈ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്താണ്, എസെൻഷ്യൽ ന്യൂട്രിയൻസ് കറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കും. എന്ത് പ്രൊപ്പോർഷനിലാണ്? ടു മീറ്റ് അവർ ഡേയ്സ് റിക്വയർമെൻറ്റ്. നമുക്കൊരു ഡേയിൽ എത്ര ആണോ വേണ്ടത് ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമുക്കതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൽ എന്തൊക്കെ വരാം, ഈ ന്യൂട്രിയൻസിൽ എന്തൊക്കെ വരാം? പ്രോട്ടീൻ വരുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ്, വൈറ്റമിൻ, മിനറൽസ്, വാട്ടർ, ഫൈബർ. ഇതൊക്കെയാണ് മേജറായിട്ട് നമുക്ക് വരുന്ന ന്യൂട്രിയൻസ്. ഇതൊക്കെയാണ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, അതേപോലെ ഫൈബർ. ഇതെല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ അടങ്ങിയിട്ടുള്ള
കുറേ വെറൈറ്റി ഓഫ് ഫുഡ് നമ്മൾ എടുക്കുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് എ വെറൈറ്റി ഓഫ് ഫുഡ്. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് അതിനകത്ത് കാണും. അതെങ്ങനെ ആയിരിക്കും? ഇൻ അഡിക്വേറ്റ് എമൗണ്ട്, നമുക്ക് വേണ്ട എമൗണ്ടിൽ. ആൻഡ് ഈ ഫുഡിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്? കറക്റ്റ് പ്രപ്പോർഷൻ ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്, നമുക്ക് വേണ്ട എസെൻഷ്യൽ ന്യൂട്രിയൻസ് കറക്റ്റ് പ്രപ്പോർഷനിൽ നമുക്ക് കിട്ടും ടു മീറ്റ് അവർ ഡേയ്സ് റിക്വയർമെൻറ്റ്. ഈ ന്യൂട്രിയൻസിൽ ഏതൊക്കെയാണ് വരുന്നത്? പ്രോട്ടീൻ വരുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ ആൻഡ് ഓൾസോ ഫൈബറും നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇത്രയും പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി ഇതിൽ തന്നെ ഇപ്പം നമ്മൾ കറക്റ്റ് പ്രപ്പോർഷൻ, നമുക്കൊരു ഡേയിൽ വേണ്ട കറക്റ്റ് പ്രപ്പോർഷനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ കൂടി കിട്ടും. കുറച്ച് എക്സ്ട്രാ അലവൻസ് അതിനകത്ത് വരും. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ കുറച്ചൊരു എക്സ്ട്രാ അലവൻസും കൂടെ അതിനകത്ത് കാണും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ബാലൻസ്ഡ് ഡയറ്റ് ഓർ ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഇൻക്ലൂഡ് എ വെറൈറ്റി ഓഫ് ഫുഡ്. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് അതിനകത്ത് കാണും. ഇൻ അഡിക്വേറ്റ് എമൗണ്ട്, നമുക്ക് വേണ്ട എമൗണ്ടിൽ. എന്തിനു വേണ്ടിയാണത്? അതിലൂടെ നമുക്ക് കറക്റ്റ് പ്രപ്പോർഷൻ ഓഫ് നമുക്ക് വേണ്ട എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും കിട്ടും. ഓക്കെ, സോ അതിനെയാണ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതിന് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, നമുക്ക് വേണ്ട സിംപിളി പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതുപോലെ ഇതൊന്ന് സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ, ഇറ്റ് പ്രൊവൈഡ്സ് എന്ത് തരുന്നു? ഓൾ ദ ന്യൂട്രിയൻസ് ഇൻ ദ എമൗണ്ട് ആൻഡ് പ്രൊപ്പോർഷൻ റിക്വയർഡ് ടു വൺസ് ഏജ്, സെക്സ് ആൻഡ് ആക്ടിവിറ്റി. ഒരാളുടെ ഏജും അവരുടെ സെക്സ്, ഇപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ആണോ, പിന്നെ അവരുടെ ആക്ടിവിറ്റീസ് സെഡൻറ്ററി ആണോ, മോഡറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണോ, ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണോ എന്ന രീതിയിൽ അവരുടെ ഏജും സെക്സും ആക്ടിവിറ്റിയും ബേസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയും നമുക്കിതിനെ പറയാം. സോ ഇറ്റ് ഈസ് എ ഡയറ്റ് ഇൻ വിച്ച് പ്രൊവൈഡ് ഓൾ the nutrients in amount and proportion required to one's age. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒരാളുടെ ഏജും അയാളുടെ സെക്സും അതേപോലെ അയാളുടെ ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഡേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് മാത്രമല്ല, അതിൽ നിന്ന് നമുക്ക് എന്തും കൂടെ കിട്ടും? കുറച്ച് എക്സ്ട്രാ ന്യൂട്രിയൻസും കൂടെ നമുക്ക് കിട്ടും. ആ ഒരു എക്സ്ട്രാ എലവൻസും കൂടെ കിട്ടും. അതെന്തിനു വേണ്ടിയാണ്? അത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആവശ്യമായിട്ടുള്ള സമയത്ത് അത് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ഫുഡ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കുന്ന സമയത്ത് ഈ സ്റ്റോർ ചെയ്തത് അവർ യൂസ് ചെയ്യും. സോ അതിനും കൂടെ വേണ്ടി നമ്മൾ ഈ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ആൻ എക്സ്ട്രാ അലവൻസ് ഓഫ് ദ ന്യൂട്രിയൻസിൻ്റെ ഒരു എക്സ്ട്രാ അലവൻസും കൂടെ നമുക്ക് കിട്ടും. എന്തിനു വേണ്ടിയാണ്? ടു ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കണ്ടീഷൻ ഓഫ് സ്ട്രെസ് ഒക്കെ വരുവാണെങ്കിൽ അത് അവർ യൂസ് ചെയ്യും, നമ്മുടെ ബോഡി അത് യൂസ് ചെയ്യും. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ക്ലിയർ ആണല്ലോ? ഇപ്പോൾ സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ, നമുക്കൊരു ഡേയിൽ എത്ര ആണോ വേണ്ടത് അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മളുടെ ബോഡിയിലേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വെറൈറ്റി ഓഫ് ഫുഡിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ. ഇനി എന്താണ് ഈ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ജസ്റ്റ് നിങ്ങൾ ഈ പോയിന്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇമ്പോർട്ടൻസ് ഓഫ് എ ബാലൻസ്ഡ് ന്യൂട്രീഷൻ. സോ ഒന്നെന്ന് പറയുന്നത് അതിനകത്ത് എന്തുണ്ടായിരിക്കണം? ഇറ്റ് ഇൻക്ലൂഡ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റം. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് എന്ത് കാണും? സീരിയൽസ് കാണും. സീരിയൽസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെന്ത് വരും? പൾസസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെന്താ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ എന്ത് വരും? മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് അതിനകത്ത് വരാം. മിൽക്കിൻ്റെ പ്രോഡക്റ്റ് ലൈക്ക് കേർഡോ അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാം? മീറ്റ്, ഫിഷ്, എഗ്ഗ് അങ്ങനത്തെ സാധനങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. മീറ്റ്, ഫിഷ്, എഗ്ഗ് അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യും അല്ലേ? സോ ഇറ്റ് ഇൻക്ലൂഡ്സ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റം. പല വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ആയിരിക്കും വരിക. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പം അതിനകത്ത് എന്ത് കാണും?
ചോറ് കാണും അല്ലേ, ലഞ്ച് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ചോറ് കാണും. സോ സിറിയൽസ് അതിനകത്ത് വരും. അതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ പരിപ്പ് കറി ആയിരിക്കും എടുക്കുക, പൾസസ് അതിനകത്ത് വരും, തോരൻ എന്തെങ്കിലും എടുക്കും. സോ വെജിറ്റബിൾസ് അതിനകത്ത് ഇൻക്ലൂഡ് ആവും. ചിലപ്പോൾ നമ്മൾ തൈര് എടുക്കും അല്ലേ, യോഗട്ടോ തൈരോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കും. സോ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് കാണും. പിന്നെ നമ്മൾ ചിലപ്പോൾ ഫിഷോ ചിക്കനോ എഗ്ഗോ എന്തെങ്കിലും ആയിരിക്കും ലഞ്ചിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത. അപ്പോൾ ഒരു ഐഡിയൽ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പം ഈ സാധനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം. സോ ഈ സാധനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുഡ് ഗ്രൂപ്പ്സ്. അത് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഓർത്താൽ മതി, ഇതിനെയാണ് ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓരോ ഗ്രൂപ്പ്സും അവരുടെ ന്യൂട്രിയൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അവരെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നനുസരിച്ച് നമ്മൾ ഈ ഫുഡ് ഐറ്റത്തിനെ ഒന്ന് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫുഡ് ഗ്രൂപ്പ്സിൽ നിന്നെല്ലാം നമ്മൾ എന്തെടുക്കണം? നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓരോ ഫുഡ് ഗ്രൂപ്പിൽ നിന്നും ഓരോ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം. സോ അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റം. പിന്നെന്താണ്? നമ്മളുടെ RDA അനുസരിച്ച്, അതായത് നമുക്ക് വേണ്ട ഡയറ്ററി അലവൻസ് അനുസരിച്ച്, റിക്വയർഡ് ഡയറ്ററി അലവൻസ് അനുസരിച്ച് നമുക്കത് എല്ലാ ന്യൂട്രിയൻസും നമുക്ക് അതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. എത്രത്തോളം കാലോറിയാണ് നമുക്ക് വേണ്ടത് ഒരു ഡേയിൽ, അതുപോലെ എത്ര കാർബോഹൈഡ്രേറ്റ് വേണം, എത്ര പ്രോട്ടീനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മളുടെ ഏജും സെക്സും നമ്മുടെ ആക്ടിവിറ്റി അനുസരിച്ച് എത്ര പ്രോട്ടീനാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എത്ര വൈറ്റമിൻസ്, ഓരോ വൈറ്റമിൻസിനും ഓരോ വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വൈറ്റമിൻസ് എത്ര വേണം, അല്ലെങ്കിൽ ഓരോ മിനറൽസ് എത്ര വേണം, അതാണ് RDA എന്ന് പറയുന്നത്. അപ്പോൾ RDA മീറ്റ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ വരുന്നത് ന്യൂട്രിയൻസ് ഇൻ കറക്റ്റ് പ്രൊപ്പോർഷൻ നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ കിട്ടും. പിന്നെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ന്യൂട്രിയൻസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ, എക്സസ് അല്ലാതെ നമ്മളുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം നമ്മൾ ഫുഡ് കഴിക്കുന്നത് വഴി നമുക്ക് ഡീജനറേറ്റീവ് ഡിസീസസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് വേണ്ട വൈറ്റമിൻസ്, നമുക്ക് വേണ്ട മിനറൽസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസീസസ് എല്ലാം കുറഞ്ഞ് വരും. അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും. ഓക്കെ, പിന്നെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ലോഞ്ചിവിറ്റി, അതുകൊണ്ട് തന്നെ ലോഞ്ചിവിറ്റി എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ പ്രൊഡക്റ്റീവ് ലൈഫ് എന്തായിരിക്കും? പ്രൊലോങ് ആയിട്ട് ഇരിക്കും. ബിക്കോസ് നമ്മൾ നല്ല ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് ഒന്നിൻ്റെയും ഒരു ഷോർട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നില്ല അല്ലേ. പിന്നെ എൻഡ്യൂറൻസ് ലെവലും കൂടുതലായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാനുള്ള എൻഡ്യൂറൻസ് എന്തായിരിക്കും? കൂടുതലായിട്ടിരിക്കും. പിന്നെ നമുക്ക് സ്ട്രെസ് വരുന്ന കണ്ടീഷൻസ് അത് കോപ്പപ്പ് ചെയ്യാൻ നമുക്ക് ഈ ബാലൻസ്ഡ് ന്യൂട്രീഷൻ വഴി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ കോഗ്നിറ്റീവ് എബിലിറ്റി എന്ത് ചെയ്യും? അത് നന്നായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ബാലൻസ്ഡ് ന്യൂട്രീഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ മെറ്റബോളിസം, നമ്മളെ കോഗ്നിറ്റീവ് എബിലിറ്റി എല്ലാം എന്താണ്? നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസിനെ ബേസ് ചെയ്തിരിക്കും. അതിലെന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി വന്നാലോ എക്സസ് ആയിട്ട് വന്നാലോ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ, അത് ഒപ്റ്റിമമായിട്ട് നടക്കുന്ന കണ്ടീഷൻസ് എല്ലാം മാറി ഒന്ന് ഡിസീസ്ഡ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ബാലൻസ്ഡ് ന്യൂട്രീഷൻ്റെ ഗോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഗോൾസ് ഓഫ് എ ബാലൻസ്ഡ് ന്യൂട്രീഷൻ. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് ന്യൂട്രീഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഗോൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ആ ബാലൻസ്ഡ് ഡയറ്റിനകത്ത് ഏകദേശം നമുക്ക് വേണ്ട ടോട്ടൽ കാലോറി ഇല്ലേ, അതിൻ്റെ ഒരു 50 to 60% എവിടുന്ന് കിട്ടണം? കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടണം. ഒരു 50 to 60% കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കിട്ടേണ്ടത്. ബാക്കി ഒരു 10 to 15% നമുക്ക് പ്രോട്ടീനിൽ നിന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, പിന്നെ ഒരു 20 to 30% നമുക്ക് എവിടെ നിന്ന് കിട്ടണം? ഫാറ്റിൽ നിന്ന് കിട്ടണം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഡേ വേണ്ട കലോറിയുടെ ഒരു 50 to 60% കാർബോഹൈഡ്രേറ്റിൽ നിന്നും 10 to 50% പ്രോട്ടീനിൽ നിന്നും 20 to 30% നമുക്ക് ഫാറ്റിൽ നിന്നുമാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു എക്സ്ട്രാ കലോറി വേണ്ടി വരും എന്ന് പറഞ്ഞല്ലേ, ഒരു കലോറി അലവൻസ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വേണ്ടി വരും. അതൊരു +50 ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, ഒരു +50 ആണ് എടുക്കുക. പക്ഷേ കലോറിയുടെ കാര്യമുള്ളൂ ആ +50. ബാക്കിയുള്ള ന്യൂട്രിയൻസ് എന്താണ്? മിനിമം RDA വരുന്ന രീതിയിൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു എക്സ്ട്രാ അലവൻസ് വേണമെന്ന് പറഞ്ഞില്ലേ, അതോ കലോറിയുടെ അലവൻസ് ആണ്, ഒരു +50 ആണ് വേണ്ടത്. അതും അങ്ങ് തോനെയായി കഴിഞ്ഞാൽ പ്രോബ്ലമാണ്. ഒരു +50 ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ വരുന്നത് സിറിയൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി, അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇപ്പോൾ റൈസ്, വീറ്റ് അങ്ങനത്തെ സാധനങ്ങളില്ലേ സിറിയൽസ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഒരിക്കലും 75%-ന് കൂടരുത്. നോട്ട് ബി മോർ ദാൻ 75%. 75%-ന്
കൂടരുത്. ഓക്കെ, അതിൽ ആ ഒരു 75 അല്ലെങ്കിൽ അതിലും മിനിമം ആയിട്ടായിരിക്കണം നിൽക്കേണ്ടത്. ആൻഡ് 2 to 3 serving of pulses should be taken a day. ഒരു ദിവസം ഒരു 2-3 servings of pulses കൺസ്യൂം ചെയ്യണം. അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടുക. അപ്പം ഒരു 2 to 3 servings of pulses നമ്മൾ എടുക്കണം, പയറുവർഗ്ഗങ്ങൾ എടുക്കണം. ഇനി പ്രോട്ടീൻ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ സിറിയൽ പ്രോട്ടീനും പൾസസിൻ്റെ പ്രോട്ടീനും 4:1 റേഷ്യോയിലായിരിക്കണം കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയുണ്ട് നമുക്ക് ആദ്യം ഇത്രയും പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. ഗോൾസ് ഓഫ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ. നമ്മൾ കഴിക്കുന്ന രീതിയിൽ എങ്ങനെ വേണം, നമുക്ക് കിട്ടുന്ന കലോറി അതിൽ ഒരു 50 to 60% കാർബോഹൈഡ്രേറ്റിൽ നിന്നുള്ള കലോറി ആയിരിക്കണം. പ്രോട്ടീനിൽ നിന്ന് ഒരു 10 to 15% ആണ് നമുക്ക് കലോറി. പ്രോട്ടീൻ വഴി കിട്ടുന്ന കലോറി ഒരു 10 to 15% ആയിരിക്കണം. ആൻഡ് ലാസ്റ്റ് ഫാറ്റി എന്നുള്ളത് എന്തായിരിക്കണം, ഒരു 20 to 30% ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. പിന്നെ വരുന്നത് കലോറി അലവൻസ് എന്ന് പറയുന്നത് ഒരു +50 ആയിരിക്കണം. പിന്നെ എനർജി ഫ്രം സിറിയൽസ് എന്താണ്, ഷുഡ് നോട്ട് ബി മോർ ദാൻ 75%. പിന്നെ 2 to 3 servings ഓഫ് പൾസസ് ഒരു ഡേ നമ്മൾ കൺസ്യൂം ചെയ്യണം. പിന്നെ വരുന്നത് പ്രോട്ടീൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിറിയൽ പൾസസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് 4:1 റേഷ്യോയിലായിരിക്കണം എടുക്കേണ്ടത്. 4:1 റേഷ്യോയിലായിരിക്കണം കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇത്രയും പോയിന്റ്സുകൾ ഓർക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വേണം. അതിൽ ഒരു 1 അറ്റ്ലീസ്റ്റ്, അതായത് നമുക്ക് അതിൽ കൂടുതൽ എടുക്കാം, അറ്റ്ലീസ്റ്റ് എന്തെടുക്കണം, 1 മീഡിയം സൈസ് ഫ്രൂട്ട് എങ്കിലും എടുക്കണം. ആൻഡ് ആ കൺസ്യൂം ചെയ്യുന്ന ഫ്രൂട്ട് കുക്ക് ചെയ്യാതെ അല്ലെങ്കിൽ മാക്സിമം കുക്കിംഗ് അവോയ്ഡ് ചെയ്ത് റോ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ നമ്മൾ ടോട്ടൽ ഒരു ഡേ എടുക്കുകയാണെങ്കിൽ അതിലൊരു 5 servings ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വേണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു 5 servings, അതായത് വെജിറ്റബിൾസ് ഇപ്പോൾ ഉച്ചയ്ക്ക് എടുക്കാം, രാത്രി എടുക്കാം, ഫ്രൂട്ട്സ് ഇടയ്ക്കായിട്ട് എടുക്കാം. അങ്ങനെ ഒരു 5 servings നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യണം പെർ ഡേ. ഒരു ഡേയിലെ കാര്യമാണ് കേട്ടോ. പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്ററി ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മസ്റ്റായിട്ട് എടുക്കണം. അത് നമ്മളുടെ ഗട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫൈബർ റിച്ച് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ മിൽക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അതും ഓരോ ഏജും ഓരോ കണ്ടീഷൻ അനുസരിച്ച് വേരി ചെയ്യും. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ മിനിമം 100 ml എങ്കിലും എല്ലാവരും കൺസ്യൂം ചെയ്യണം. 100 ml എങ്കിലും മിനിമം പെർ ഡേ. ഇത് മാറും കേട്ടോ, ഓരോ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ലാക്ടേറ്റിംഗ്, അഡൾട്ട്, കുട്ടികൾ അങ്ങനെയൊക്കെ വരുമ്പം ഈ വാല്യൂവിൽ ഡിഫറൻസ് വരും. പക്ഷെ നമ്മൾ ജനറലായിട്ട് പറയുമ്പം അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 100 ml മിൽക്ക് പെർ ഡേ എങ്കിലും കൺസ്യൂം ചെയ്യണം. അപ്പോൾ ഒരു ബാലൻസ് ഡയറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് മിനിമം ആയിട്ട് അല്ലെങ്കിൽ വേണ്ടതെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്ന ബാലൻസ് ഡയറ്റിൽ 50 to 60% എന്താണ് ടോട്ടൽ കലോറിയുടെ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് വേണ്ടത്. 10 to 15% പ്രോട്ടീനിൽ നിന്നാണ് കിട്ടേണ്ടത്. ഫാറ്റിൽ നിന്ന് 20 to 30% ആണ് കിട്ടേണ്ടത്. പിന്നെ വരുന്നത് എന്താണ്, കലോറി അലവൻസ് എന്ന് പറയുന്ന ഒരു +50 കൂടെ ആവാവുള്ളൂ. പിന്നെ എനർജി എന്ന് പറയുന്നത് സിറിയൽസിൽ നിന്ന് കിട്ടുന്നത്, ഇത് റൈസ്, വീറ്റ് പോലത്തെ ഉള്ള ഫുഡിൽ നിന്ന് നമ്മൾ എടുക്കൂലോ, അതെന്ന് പറയുന്നത് മോർ ദാൻ 75% വരരുത്. പിന്നെ 2 to 3 servings ഓഫ് പൾസസ് നമ്മൾ കൺസ്യൂം ചെയ്യുക. പിന്നെ പ്രോട്ടീൻ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി സിറിയൽ പൾസസ് പ്രോട്ടീൻ റേഷ്യോ എങ്ങനെ ആയിരിക്കണം, 4:1 എന്നുള്ള റേഷ്യോയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഫ്രൂട്ട്സ് അറ്റ്ലീസ്റ്റ് ഒരു 1 മീഡിയം ഫ്രൂട്ട് എങ്കിലും ഒരു ദിവസം കഴിക്കണം. ആ ഫ്രൂട്ട് മാക്സിമം റോ ആയിട്ട് കൺസ്യൂം ചെയ്യാൻ നോക്കുക. ഓക്കെ, അതായത് കുക്കൊന്നും ചെയ്യാതെ കഴിക്കാൻ നോക്കുക. പിന്നെ 5 servings ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആണ് ഹോൾ ഡേയിൽ നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അത് ഈ ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും ഒക്കെ നമുക്ക് ഫൈബേഴ്സും കിട്ടും കേട്ടോ. അതേപോലെ നമ്മൾ കഴിക്കുന്ന സിറിയൽസ്, ഇപ്പം ഹോൾ ആയിട്ടുള്ള സിറിയൽസ് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഫൈബേഴ്സ് കിട്ടും. പിന്നെ മിൽക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് മിനിമം 100 ml എങ്കിലും ഒരു ഡേ കൺസ്യൂം ചെയ്യണം. അപ്പോൾ അതാണ് ഒരു ഗോൾ ഓഫ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ. ബാലൻസ്ഡ് ഡയറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ബാലൻസ്ഡ് ഡയറ്റിൻ്റെ കമ്പോണൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞു ന്യൂട്രിയൻസ് നമ്മൾ പറയുന്നല്ലേ. അപ്പോൾ ആ ന്യൂട്രിയൻസിൽ മേജർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്ക് വേണ്ട, നമ്മളുടെ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വേണ്ട എനർജി, നമ്മളെ ഗ്രോത്ത്, റിപ്പയർ, ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതേപോലെ നമുക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി, ഇതെല്ലാം തരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ആണ് ഈ ബാലൻസ്ഡ് ഡയറ്റിലൂടെ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റിലൂടെ നമ്മൾ എടുക്കേണ്ട ന്യൂട്രിയൻസ് എന്തൊക്കെ തരണം, നമ്മളുടെ ബോഡിയുടെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഈവൻ എന്തെങ്കിലും റിപ്പയർ വരുന്ന സമയത്തോ നമുക്ക് വേണ്ട എനർജി, നമുക്ക് ഡിഫെൻസ്, അതായത് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ന്യൂട്രിയൻസ് ആണ് നമ്മൾ ഈ ബാലൻസ്ഡ് ഡയറ്റിലൂടെ എടുക്കേണ്ടത്.
അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ്, മേജർ ആയിട്ടുള്ളതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഏതൊക്കെയാണ് അതിനകത്ത് വരിക? കാർബോഹൈഡ്രേറ്റ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ത് തരുന്നത്? എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. മേജർ വൺ ഈസ് കാർബോഹൈഡ്രേറ്റ്. ഫാറ്റിൽ നിന്ന് നമുക്ക് എനർജി കിട്ടും കേട്ടോ. ഫാറ്റിൽ നിന്ന് നമുക്ക് എനർജി കിട്ടും. പ്രോട്ടീനിൽ നിന്നും ആക്ച്വലി എനർജി കിട്ടും, പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റിൽ നിന്നാണ് എനർജി എടുക്കുക. പ്രോട്ടീൻ എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഓക്കെ, നമ്മളുടെ മസിലൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? പ്രോട്ടീൻ. മസിൽ ഗ്രോത്ത്, അതിൻ്റെ റിപ്പയറിലൊക്കെ വരുന്നതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഇതാ ഇവർ രണ്ടുപേരും, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഇവർ രണ്ടുപേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. അതായത് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ആണ് അവർ കാണിക്കുന്നത്. പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, പ്രൊട്ടക്റ്റീവ് ആണ് അവരുടെ ഫങ്ഷൻ. അതായത് ഇമ്മ്യൂണിറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തരുന്നതാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. പിന്നെ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വാട്ടർ, ബിക്കോസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ മെറ്റബോളിക് റിയാക്ഷൻ്റെയും ഒരു മീഡിയം എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ആണ്. മീഡിയം ഓഫ് ഓൾ ദ മെറ്റബോളിക് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ മെറ്റബോളിക് റിയാക്ഷൻ്റെയും മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത് വാട്ടർ ആണ്. സോ വാട്ടർ ഈസ് വെരി എസെൻഷ്യൽ. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് മേജർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. പിന്നെ ഒരാളും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം, ദാറ്റ് ഈസ് ഫൈബർ. നമ്മൾ ആക്ച്വലി ഫൈബർ സെപ്പറേറ്റും പഠിക്കും. അതേപോലെ കാർബോഹൈഡ്രേറ്റ് ആണ്, കാർബോഹൈഡ്രേറ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫൈബർ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡയറ്ററി ഫൈബേഴ്സ് അല്ലെങ്കിൽ സിംപ്ലി ഫൈബേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മേജർ ന്യൂട്രിയൻസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ അവർ ഫുഡ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ്, ഇറ്റ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ദ എനർജി സോഴ്സ്. എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ പ്രോട്ടീൻ, ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. ഗ്രോത്ത് ആൻഡ് റിപ്പയറിന് ആവശ്യമാണ്. ബട്ട് ഇതൊരു മൈനർ എനർജി സോഴ്സും കൂടിയാണ്. അധികം നമ്മൾ പ്രോട്ടീനിൽ നിന്ന് എനർജി എടുക്കാറില്ല, കൂടുതലും കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഫാറ്റിൽ നിന്നാണ് കേട്ടോ എടുക്കുക. ആൻഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് റിപ്പയറിൽ വരുന്നതാണ് പ്രോട്ടീൻ. പിന്നെ വരുന്നത് ഫാറ്റ് ആണ്. അതും ഒരു മേജർ എനർജി സോഴ്സ് ആണ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ നോക്കുമ്പം നമ്മുടെ ബോഡിയിലുള്ള ചില ഹോർമോൺസിൻ്റെ സിന്തസിസിന് ഫാറ്റ് ആവശ്യമാണ്. അതേപോലെ കൊളസ്ട്രോൾ, അതിൻ്റെ സിന്തസിസ്. പിന്നെ നമുക്ക് ചില വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഫാറ്റ് ആവശ്യമാണ്. ഓക്കെ, അപ്പം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. പിന്നെ വരുന്നത് വൈറ്റമിൻ. വൈറ്റമിൻ എന്ന് പറയുന്നത് കെമിക്കൽ പ്രോസസ്സിൻ്റെ പാർട്ടായിട്ട് വരാറുണ്ട് കേട്ടോ. അതായത് കെമിക്കൽ പ്രോസസ്സിൽ വൈറ്റമിൻസ് ഇൻവോൾവ് ചെയ്യാറുണ്ട്. ആൻഡ് ചില വൈറ്റമിൻസ് എന്ന് പറയുന്നത് വാട്ടർ സോലുബിൾ ആണ്. മെയിനായിട്ടും ബി കോംപ്ലക്സും സിയും ആണ് വാട്ടർ സോലുബിൾ. ഇനി ചിലത് ഫാറ്റ് സോലുബിൾ ആണ്. ഫാറ്റ് സോലുബിൾ ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ. വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിളും വാട്ടർ സോലുബിൾ ആയിട്ടുള്ളത് ബി ആൻഡ് സി ആണ്. അപ്പോൾ ഇത് ഓർക്കുക, വാട്ടർ സോലുബിളും ഫാറ്റ് സോലുബിളും ഏതാണെന്ന് പഠിച്ചു വെച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആണ്. ഫാറ്റ് സോലുബിൾ എ, ഡി, ഇ, കെ. ബാക്കി ബി ആൻഡ് സി ആണ് വാട്ടർ സോലുബിൾ. ആൻഡ് ദീസ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷൻ എന്താവശ്യമാണ്? ഫാറ്റ് ആവശ്യമാണ് കേട്ടോ. പിന്നെ വരുന്നത് മിനറൽസ് ആണ്. മിനറൽസ് എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് എലമെൻറ്റ്സ് ആണ് മിനറൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമ്മുടെ ബോഡിയിൽ പല പ്രോസസ്സുകളിലും ഇൻവോൾവ് ചെയ്യും. അതായത് അതിൽ ഓരോ മെറ്റബോളിക് റിയാക്ഷനിലും കാറ്റലിസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് എൻസൈംസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, നമ്മുടെ ബോഡിയിലാകുമ്പോൾ അവരെ എൻസൈംസ് എന്ന് വിളിക്കും. ഈ എൻസൈംസിന് ആക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ചില മിനറൽസ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ജനറലി പറഞ്ഞാൽ നമ്മളുടെ നോർമൽ ഫങ്ഷനിങ്ങിന് മിനറൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസിന് കെമിക്കൽ പ്രോസസ്സിൽ റോള് വരുന്നുണ്ട്. അതുപോലെ അത് രണ്ട് ടൈപ്പാണ്, വാട്ടർ സോലുബിൾ ആൻഡ് ഫാറ്റ് സോലുബിൾ. വാട്ടർ സോലുബിൾ ഏതൊക്കെയാണ്? ബി ആൻഡ് സി, ബി കോംപ്ലക്സ് ആൻഡ് സിയും. ഫാറ്റ് സോലുബിൾ ആയിട്ട് വരുന്നത് എ, ഡി, ഇ ആൻഡ് കെ. പിന്നെ മിനറൽസ് ഇനോർഗാനിക് എലമെന്റ്സ് ആണ് മിനറൽസ് എന്ന് പറയുന്നത്. പിന്നെ വാട്ടർ. വാട്ടർ ഈസ് ദ ട്രാൻസ്പോർട്ട് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മെറ്റബോളിക് റിയാക്ഷൻസിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. വാട്ടർ ഒരു മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ വാട്ടർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പം ന്യൂട്രിയൻസ് ക്ലിയർ ആണല്ലോ. അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മേജർ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, കാർബോ. പിന്നെ പ്രോട്ടീൻ ഉണ്ട്,
പിന്നെ വരുന്നത് ഫാറ്റ് ആണ്, പിന്നെ വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ. പിന്നെ നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റിൽ തന്നെയാണ് നമ്മൾ ഫൈബർ ഇൻക്ലൂഡ് ചെയ്യുക. സോ ഫൈബർ ഓൾസോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മേജർ കമ്പോണൻസ്. അപ്പൊ ഇനി നമുക്ക് ഇവരെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അതിനകത്തുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, ആ ബാലൻസ്ഡ് ന്യൂട്രീഷനിലൂടെ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് ഇത് ഇത്രയാണെന്ന് മനസ്സിലായല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇവരെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അല്ല ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ആദ്യം കാർബോഹൈഡ്രേറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്കിനി ന്യൂട്രിയൻസിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ നമ്മൾ എടുക്കുന്ന ന്യൂട്രിയൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് മാക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് എന്തെന്ന് വിളിക്കാം? മാക്രോ ന്യൂട്രിയൻസ്. രണ്ടാമത്തത് മൈക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ ഒന്നാമത്തത് മാക്രോ ന്യൂട്രിയൻസ്, രണ്ടാമത്തത് മൈക്രോ ന്യൂട്രിയൻസ്. അപ്പം ജനറലി ന്യൂട്രിയൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, മാക്രോ ന്യൂട്രിയൻ്റ് എന്നും മൈക്രോ ന്യൂട്രിയൻ്റ് എന്നും. മാക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്ത് വരും? ലാർജ് എമൗണ്ടിൽ നമുക്കും ആവശ്യമാണ്, ഫുഡിലും ലാർജ് ആയിട്ട് കാണുന്നവരാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്. ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. പ്രോട്ടീൻ, പ്രോട്ടീനും മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. അതേപോലെ ഫാറ്റ്സ് അല്ലെങ്കിൽ സിംപ്ലി ഫാറ്റ്. അപ്പം ഏതൊക്കെയാണ് മാക്രോ ന്യൂട്രിയനിൽ വരുന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. മൈക്രോയിൽ ബാക്കി നമുക്ക് വൈറ്റമിൻസ് ഇൻക്ലൂഡ് ചെയ്യാം. വൈറ്റമിൻസ്, പിന്നെ വരുന്ന ഏതാണ്? മിനറൽസ്. അപ്പൊ ഇത് രണ്ടുമാണ് മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നത്. അപ്പം മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇന്ന് കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതായത് മാക്രോ ന്യൂട്രിയൻസിനെ പറ്റിയാണ് നമ്മൾ ഇനി ബാക്കി നോക്കാൻ പോകുന്നത്. സോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് കോംപ്ലക്സ് ആണ് വിച്ച് ആർ പ്രസന്റ് ഇൻ അവർ ഫുഡ്. അതിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ആൻ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോംപ്ലക്സസ് കണ്ടെയ്ൻഡ് ഇൻ എ ഫുഡ്. അതിനെയാണ് ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു എന്തൊക്കെയാണ്? മാക്രോ ന്യൂട്രിയൻറ്റ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോംപ്ലക്സ് പ്രസന്റ് ഇൻ ഫുഡിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്. ഏതൊക്കെയാണ്? മാക്രോ ന്യൂട്രിയൻറ്റ്, മൈക്രോ ന്യൂട്രിയൻറ്റ്. ഓക്കെ, അപ്പം ഫുഡിൽ ലാർജ് എമൗണ്ടിൽ കാണുന്നതും നമുക്ക് ലാർജ് എമൗണ്ട് ആയിട്ട് ആവശ്യമായിട്ടുള്ളതുമാണ് എന്ത്? മാക്രോ ന്യൂട്രിയൻറ്റ് എന്ന് പറയുന്നത്. സോ മാക്രോ ന്യൂട്രിയൻസ് ആർ പ്രസന്റ് ഇൻ ലാർജ് എമൗണ്ട് ഇൻ എനി ഫുഡ് ആൻഡ് അതും ലാർജ് എമൗണ്ടിൽ നമുക്ക് ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് എന്ത്? മാക്രോ ന്യൂട്രിയൻസ്. അതിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. അപ്പം മാക്രോ ന്യൂട്രിയൻറ്റ് നിങ്ങൾ പഠിക്കുമ്പം ഇതിന്റെ ഡെഫിനിഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ഓർക്കുക, മാക്രോ ന്യൂട്രിയൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീൻസും ആണ് വരുന്നത്. അപ്പം മാക്രോ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കാർബോഹൈഡ്രേറ്റിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൽ നമുക്ക് സ്ട്രക്ചർ അങ്ങനത്തെ സാധനങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനായിട്ട്. നമുക്ക് ജസ്റ്റ് ആ കാർബോഹൈഡ്രേറ്റ് ഏതാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാനുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന്, കാർബോഹൈഡ്രേറ്റ് എന്താണ്, അതിൻ്റെ ജനറൽ ഐഡിയ നമുക്ക് വേണം. പിന്നെ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സോഴ്സസ് പഠിക്കാനുണ്ട് കേട്ടോ. കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടും. സോ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സോഴ്സസ് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പഠിക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് പഠിക്കാനുള്ളത് ഡെഫിഷ്യൻസി. ഓക്കെ, ഇപ്പം ഇന്ന ഫുഡ് നമ്മൾ അഡിക്വേറ്റ് എമൗണ്ടിൽ കൺസ്യൂം ചെയ്തില്ലെങ്കിൽ നമുക്കുണ്ടാവാൻ പോകുന്ന കണ്ടീഷൻ എന്താണ്, അതായത് നമുക്ക് വേണ്ട അളവിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എടുത്തില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കും, അതാണ് ഡെഫിഷ്യൻസിയിൽ വരുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ടോക്സിസിറ്റി. ഓക്കെ, ടോക്സിസിറ്റി എന്ന് പറയുമ്പം അത് ഓവറായിട്ട് നമ്മുടെ ബോഡിയിൽ വന്നാൽ എന്ത് സംഭവിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ അണ്ടറിൽ പഠിക്കാനായിട്ട് വരുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും എല്ലാം അതിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ സോഴ്സ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സ്, ഡെഫിഷ്യൻസി ആൻഡ് ഓൾസോ ഇറ്റ്സ് ടോക്സിസിറ്റി. അതായത് എക്സസ് എമൗണ്ടിൽ നമ്മൾ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ.
അപ്പോൾ ആദ്യം നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്താണെന്നും അതിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷനും ഒന്ന് നോക്കിയിട്ട് നമുക്ക് സോഴ്സസ്, ഡെഫിഷ്യൻസി ആൻഡ് ടോക്സിസിറ്റിയിലേക്ക് പോകാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇസ് ദ മേജർ സോഴ്സ് ഓഫ് എനർജി. അത് നമുക്കറിയാം. കാർബോഹൈഡ്രേറ്റ് ആണ് ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. 1 ഗ്രാമിൽ നിന്ന് നമുക്ക് ഏകദേശം 4 കിലോ കലോറി ആണ് എനർജി കിട്ടുന്നത്. 1 ഗ്രാം ഓഫ് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 4 കിലോ കലോറി ഓഫ് എനർജി നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചോളൂ. അതായത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി എത്ര ആണ്. ഓക്കെ, ആ യൂണിറ്റ്സ് ഉൾപ്പെടെ പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് കെമിക്കലി കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം കാർബോഹൈഡ്രേറ്റ്, കാർബോ മീൻസ് കാർബൺ. ഓക്കെ, കാർബൺ, ഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പം വാട്ടർ. അപ്പൊ കാർബണും വാട്ടറും കൂടെ വരുന്ന സാധനമാണ് കാർബോഹൈഡ്രേറ്റ്. അത് തന്നെയാണത്. ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന് പറയുന്നതാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്, വിച്ച് ആർ ഓർഗാനിക് കമ്പോണന്റ് ആണ്, അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അപ്പം ഫുഡിലുള്ള ഒരു ഓർഗാനിക് കമ്പോണന്റ് ആണ് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ ഫുഡിലെ ഒരു ഓർഗാനിക് കമ്പോണന്റ് ആണ് കാർബോഹൈഡ്രേറ്റ്, വിച്ച് ഈസ് അതർവൈസ് നോൺ ആസ് ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ, കാർബണിന്റെ ഹൈഡ്രേറ്റ്സ്. ആൻഡ് അതിന്റെ ബേസിക് സ്ട്രക്ചറിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. കാർബണും അതിന്റെ കൂടെ എന്തുണ്ട്? വാട്ടർ. ഇതാണ്ട് ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന് നമുക്ക് അതിൽ നിന്ന് പറയാം. അതായത് സി പല ഇതിനകത്തും ഇങ്ങനെ എഴുതാം കേട്ടോ. CnH2OM എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ CxH2OY എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഈ നമ്പർ വേറെ ആയിരിക്കും. M-N വാല്യൂ വേറെ ആയിരിക്കാം. ചില കാർബോഹൈഡ്രേറ്റിൽ അത് സെയിം ആയിരിക്കും. M-ന്റെ N-ന്റെ വാല്യൂ ഒക്കെ സെയിം ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ carbohydrates, which is known as the hydrates of carbon, which is the organic compound present in food. Okay, അതിന്റെ ജനറൽ ഫോർമുലയാണ് CxH2OY എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ കാർബോഹൈഡ്രേറ്റിൽ നമുക്ക് ഫുഡിൽ അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ടും കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഷുഗേഴ്സ് കിട്ടാറുണ്ട്, പിന്നെ ഡെക്സ്ട്രിൻസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് സർട്ടൻ ഗംസ് നമുക്ക് ഫുഡിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. ഇനി കെമിക്കലി പറയുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിനകത്ത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണ് വരുന്നത്. പിന്നെ ചില ഡെറൈവേറ്റീവ്സ് കാണും, അല്ലെങ്കിൽ മോഡിഫൈഡ്സ് ഫോമിനകത്ത് വേറെ എലമെന്റ്സും കൂടെ വരും. ജനറലി എല്ലാത്തിനകത്തും കാണുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണ്. സോ കാർബോഹൈഡ്രേറ്റ്, which is the main source of energy, which provide 4 kilocalorie per gram. ഓരോ ഗ്രാമിൽ നിന്ന് നമുക്ക് 4 കിലോ കലോറി ഓഫ് എനർജി ആണ് കിട്ടുന്നത്. ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പം ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ ആണ്, വിച്ച് ഈസ് ദ ഓർഗാനിക് കോമ്പൗണ്ട്. ആൻഡ് ജനറൽ ഫോർമുല CxH2OY എന്ന് പറയുന്നതാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പം ഷുഗേഴ്സ് വരുന്നുണ്ട്, ഡെക്സ്ട്രിൻ, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് സർട്ടൻ ഗംസ്. ഓക്കെ, പിന്നെ അതിനകത്ത് കെമിക്കലി നോക്കുകയാണെങ്കിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണ് ജനറലായിട്ട് അതിനകത്ത് കാണും. ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാം. ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ട് ബാക്കി പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ ജനറലായിട്ട് നമുക്ക് എത്ര കാർബൺ അല്ലെങ്കിൽ എത്ര ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ, അതിനെ ബ്രേക്ക് ചെയ്യുമ്പം എത്ര യൂണിറ്റ്സ് നമുക്ക് കിട്ടും എന്നതിൻ്റെ ബേസിസിൽ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റിന് പല ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടുകയാണ്, അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എത്ര യൂണിറ്റ്സ് ആയിട്ട് മാറും എന്നതിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇത്. ഏതാണത്? ഫസ്റ്റ് വൺ ഈസ് മോണോസാക്രൈഡ്, അടുത്തത് ഒളിഗോസാക്രൈഡ്, പിന്നെ പോളിസാക്രൈഡ്. അപ്പോൾ മോണോസാക്രൈഡ് എന്ന് പറയുമ്പം അത് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ഒരു യൂണിറ്റ് അതിൽ നിന്ന് കിട്ടും, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും കിട്ടുക. ഒളിഗോസാക്രൈഡ് എന്ന് പറയുമ്പം 2 മുതൽ 10 യൂണിറ്റ് വരെ നമുക്ക് കിട്ടുവാണെങ്കിൽ, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 2 യൂണിറ്റ് അല്ലെങ്കിൽ 3 യൂണിറ്റ് 4 യൂണിറ്റ് അങ്ങനെ 10 യൂണിറ്റ് വരെ കിട്ടുവാണെങ്കിൽ അവരെ നമുക്ക് ഒളിഗോസാക്രൈഡ്സ് എന്ന് വിളിക്കാം. ഇനി ലാസ്റ്റ് മോർ ദാൻ 10 യൂണിറ്റ്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ അവരെ നമുക്ക് പോളിസാക്രൈഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് we get after hydrolysis or breaking. അതിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: മോണോസാക്രൈഡ്, ഒളിഗോസാക്രൈഡ് ആൻഡ് പോളിസാക്രൈഡ്. ഇതിലെ മോണോ ആൻഡ് ഒളിഗോസാക്രൈഡ് എന്ന് പറയുന്നത് സ്വീറ്റ് ആണ്. ടേസ്റ്റ് നോക്കുമ്പം അത് സ്വീറ്റ് ആണ്, ക്രിസ്റ്റലൈൻ ആണ്, പിന്നെ അത് വാട്ടറിൽ സോളുബിൾ ആണ്. അതുകൊണ്ട് ഇവരെ ജനറലായിട്ട് ഈ മോണോസാക്രൈഡ്സിനെ ഒളിഗോസാക്രൈഡ്സിനെ നമുക്ക് ജനറലായിട്ട്
ഷുഗേഴ്സ് എന്ന് വിളിക്കാം. സോ ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ സ്വീറ്റ്, ദേ ആർ ക്രിസ്റ്റലൈൻ ആൻഡ് സോളബിൾ ഇൻ വാട്ടർ. ഹെൻസ് അവരെ നമുക്ക് ഷുഗേഴ്സ് എന്ന് ജനറൽ ആയിട്ട് വിളിക്കാം. അപ്പം മോണോസാക്രൈഡിനെയും ഒളിഗോസാക്രൈഡിനെയും കൂടെ ആണ് നമ്മൾ ഷുഗേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. പോളിസാക്രൈഡ് നോൺ ഷുഗേഴ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം മോണോസാക്രൈഡ് ജസ്റ്റ് പഠിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. സോ മോണോസാക്രൈഡ് സിമ്പിൾ ഗ്രൂപ്പ് ആണ്, സിംപ്ലസ്റ്റ് ഗ്രൂപ്പ്. അതിനകത്ത് ഒരു സിംഗിൾ യൂണിറ്റ് മാത്രമേ കാണത്തുള്ളൂ. സോ ഇവരെ നമ്മൾ സിമ്പിൾ ഷുഗേഴ്സ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഷുഗർ എന്ന് പറയാം. ഇവരുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2O N തന്നെ വരും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ ജനറൽ ഫോർമുല പറഞ്ഞപ്പം CxH2O Y എന്ന് പറഞ്ഞില്ലേ, ദാറ്റ് മീൻസ് എക്സിന്റെ വൈയുടെ വാല്യൂല് ഡിഫറൻസ് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു ചില ആൾക്കാർക്ക് അത് സെയിം ആയിട്ട് വരുമെന്ന്. അത് ദാ ഈ മോണോസാക്രൈഡ്സിനാണ്, അവർക്ക് സെയിം വാല്യൂ ആണ് എന്നിനും അതേപോലെ ഈ എക്സിനും വൈക്കും വന്നിരിക്കുന്നത്. അത് സിംപ്ലി N എന്നിടാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ C6 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ H2O6 എന്ന് തന്നെ വരും. അതായത് അതിന്റെ ഫോർമുല എന്ത് വരുമെന്ന് നോക്കി. C6 H എത്ര വരും? H2 × 6 12. H12 O എത്ര വരും? 6 വരും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഫോർമുല വരുന്നത്. നമ്മളെ ഗ്ലൂക്കോസ് ഫ്രക്ടോസിനൊക്കെ ഈ ഒരു ഫോർമുലയാണ് കാണിക്കുക, C6H12O6. അപ്പൊ ഇവരുടെ ജനറൽ ഫോർമുല ഇതാണ്. ആരുടെയാണ്? മോണോസാക്രൈഡിന്റെ ആണ് ഈ ഒരു ഫോർമുല, CnH2ON. ആൻഡ് ദേ കനോട്ട് ബി ഫർദർ ഹൈഡ്രോളൈസ്. അവരെ ഇനി നമുക്ക് ഫർദർ ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല. ഒരാകപ്പാടെ ഒരു യൂണിറ്റ് ഉള്ളൂ. ഇനി അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. സോ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അവർ വരുന്നത്. C6H12O6 അതിനൊരു എക്സാമ്പിൾ ആണ്. ദാറ്റ് ഇസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്താണ് അതിനെ എത്ര യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്, മോണോ, ഒളിക്കോ ആൻഡ് പോളി. അതേപോലെ അതിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നുള്ള ബേസിസിൽ ഒരു ക്ലാസിഫിക്കേഷനും കൂടെ വരുന്നുണ്ട്. ഇഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ്, ആൽഡിഹൈഡ് ആണ്, അതായത് ആ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ആണ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ ആൽഡോസ് എന്ന് വിളിക്കും. ഓക്കെ, എന്തെന്ന് വിളിക്കും? ആൽഡോസ് എന്ന് വിളിക്കും. ഈ മോണോസാക്രൈഡിൽ വരുന്നതാണ് കേട്ടോ, ആൽഡോസ് എന്ന് വിളിക്കും. അതേപോലെ ഇഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് കീറ്റോൺ, കീറ്റോ ഗ്രൂപ്പ് ആണ്, C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ കീറ്റോസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? കീറ്റോസ് എന്ന് വിളിക്കും. സോ ഇഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ്, CHO ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ആ മോണോസാക്രൈഡിനെ ആൽഡോസ് എന്ന് വിളിക്കും. ആൽഡോസ്, പേരിന്റെ എൻഡിൽ ഓസ്, ആൽഡോസ് എന്നുള്ള പേര് നമ്മൾ അവിടെ ചേർക്കും. ഓക്കെ, ആൽഡോസ് എന്നാണ് അതിന് വരിക. ഇനി CO ആണെങ്കിൽ അതിനെ നമുക്ക് കീറ്റോസ് എന്ന് വിളിക്കാം. കീറ്റോൺ ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ അത് കീറ്റോസ് ആണ്. സോ ബേസ്ഡ് ഓൺ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദ മോണോസാക്രൈഡ് നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട്. ഇതാണ്ട് ആൽഡോസ് വരുന്നുണ്ട്, പിന്നെ കീറ്റോസ് വരുന്നുണ്ട്. ആൽഡോസ് എന്ന് പറയുമ്പോൾ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോസ് എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് കീറ്റോ ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം മോണോസാക്രൈഡിന്റെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. മോണോസാക്രൈഡ്സ് നമുക്ക് ആൽഡോസ് എന്നും കീറ്റോസ് എന്നും ഡിവൈഡ് ചെയ്യും. ക്ലിയർ? ഇനി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ, ആ യൂണിറ്റിൽ ഇപ്പം ഇതിനകത്ത് 6 കാർബൺ അല്ലേ വരുന്നത്, അതേപോലെ അതിനകത്ത് എത്ര കാർബൺ വരുന്നു എന്ന ബേസിസിൽ അടുത്ത ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മിനിമം എത്ര വേണം? 3 കാർബൺ ആണ് വരുന്നത്. മിനിമം 3 കാർബൺ ആണ് കേട്ടോ വരിക. മിനിമം 3 കാർബൺ ആണ്. ഏറ്റവും ചെറിയ മോണോസാക്രൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കാർബൺ ആയിരിക്കും ഉണ്ടാവുക, 3ൽ കുറവ് വരില്ല. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. മിനിമം നമ്പർ ഓഫ് കാർബൺ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രയോസ് എന്ന് വിളിക്കും. 3 കാർബൺ ഉള്ള ആൽഡിഹൈഡ്, കാർബോഹൈഡ്രേറ്റ്, ട്രയോസ്. 4 കാർബൺ ഉള്ളവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ടെട്രോസ് എന്ന് വിളിക്കും. 5 കാർബൺ ഉണ്ടെങ്കിൽ പെൻറ്റോസ് എന്ന് വിളിക്കും. 6 ആണെങ്കിൽ ഹെക്സോസ്, 7 ആണെങ്കിൽ ഹെപ്റ്റോസ്, ഇങ്ങനെ ഒക്ടോസ്, അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇതെന്താ? C6H12O6 എന്താ? 6 കാർബൺ അല്ലേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ഹെക്സോസ് ആണ്. എന്താണ്? ഹെക്സോസ് ആണ്. അപ്പൊ നോക്കിക്കേ, ബേസ്ഡ് ഓൺ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് മോണോസാക്രൈഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ആൽഡോസ് ആൻഡ് കീറ്റോസ്. ആൽഡോസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻ ആൽഡിഹൈഡ്, കീറ്റോസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻ കീറ്റോ ഗ്രൂപ്പ്. ഇനി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ പ്രസന്റ് ഇൻ ദ യൂണിറ്റ് നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? 3 കാർബൺ ഉണ്ടെങ്കിൽ ട്രയോസ്, 4 ഉണ്ടെങ്കിൽ ടെട്രോസ്, 5 ഉണ്ടെങ്കിൽ പെൻറ്റോസ്, 6 ഉണ്ടെങ്കിൽ ഹെക്സോസ് ആൻഡ് 7 ഉണ്ടെങ്കിൽ ഹെപ്റ്റോസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിയേ.
ഇനി അതിന് ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കാണ് കേട്ടോ. സോ ഗ്ലൂക്കോസ് ഒരു ആൽഡോ ഹെക്സോസ് ആണ്. ആൽഡോ ഹെക്സോസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആൽഡോ മീൻസ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ള, ഹെക്സോസ് എന്ന് പറയുമ്പം 6 കാർബൺ ഉള്ള, ഓസ് എന്ന് പറയുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റിന് കൊടുക്കുന്ന പേരാണ് കേട്ടോ. അപ്പം ആൽഡിഹൈഡ് ഗ്രൂപ്പ് അടങ്ങിയ 6 കാർബൺ ഉള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂക്കോസ്, ആൽഡോ ഹെക്സോസ്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് കീറ്റോ ഹെക്സോസ് ആണ്. അതിന്റെ അർത്ഥം കീറ്റോ ഗ്രൂപ്പ് വരുന്ന 6 കാർബൺ ഉള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ മോണോസാക്കറൈഡ് ആണ് ഫ്രക്ടോസ്. അപ്പം ഗ്ലൂക്കോസ് ഈസ് ആൽഡോ ഹെക്സോസ്, ഫ്രക്ടോസ് ഈസ് കീറ്റോ ഹെക്സോസ്. നമുക്ക് കീറ്റോസിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് കേട്ടോ. കീറ്റോസ് എന്ന് പറയുമ്പോൾ ഇത് കീറ്റോസിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. നമുക്ക് എക്സാമ്പിൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം കീറ്റോസിൽ ഇവിടെ 3 കാർബൺ വരുന്ന കീറ്റോ ഗ്രൂപ്പ്, ഇതാണ് കീറ്റോ ഗ്രൂപ്പ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ. അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് കീറ്റോസ്. പിന്നെ സൈലുലോസ് ഉണ്ട്, അവിടെ 4 കാർബൺ ആയിരിക്കും, 5 കാർബൺ ആണ് ഇതിന് വരുന്നത്. 1 2 3 4 5 കണ്ടോ. റുബുലോസിനും 5 കാർബൺ ആണ് വരുന്നത്. ഫ്രക്ടോസ് 6 കാർബൺ ആണ് വരുന്നത്. സെഡോ ഹെപ്റ്റുലോസ് ഇവിടെ 7 ആണ് കേട്ടോ. ഇവിടെ CH2OH കൂടെ ഉണ്ട്. സെഡോ ഹെപ്റ്റുലോസ്. അപ്പൊ ഇങ്ങനെയാണ് കീറ്റോ ഗ്രൂപ്പ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതെല്ലാം കീറ്റോസിന് എക്സാമ്പിൾ ആണ്. ഓരോ കാർബൺ വരുന്ന കീറ്റോസിന് എക്സാമ്പിൾ ആണ്. ഇനി ആൽഡോസിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗ്ലിസറാൽഡിഹൈഡ് വരുന്നുണ്ട്, അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത്. അത് ആൽഡോ ട്രയോസ് ആണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്ന 3 കാർബൺ ഉള്ള. 4 കാർബൺ ഉള്ളതാണ് എർത്രോസ് ആൻഡ് ത്രിയോസ്. ഇതിൽ എർത്രോസ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ വരുന്നത് റൈബോസ്, അറബിനോസ്, ഇതൊക്കെ എന്താണ് 5 കാർബൺ വരുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളവരാണ്. പിന്നെ 6 കാർബൺ വരുന്നതിൽ നിങ്ങൾ ഓർക്കേണ്ടതാണ് ഗ്ലൂക്കോസ് ഉണ്ട്, മന്നോസ് ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രക്ടോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്. ഫ്രക്ടോസ് ഇല്ല, ഫ്രക്ടോസ് കീറ്റോസിൽ വരുന്നതാണ്. സോ ഗ്ലൂക്കോസ്, മന്നോസ്, ഗാലക്ടോസ് ഒക്കെയാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്ന 6 കാർബൺ മോണോസാക്രൈഡ്. ഓക്കെ, അപ്പം ഇതിലെ എക്സാമ്പിൾ ജസ്റ്റ് ഈ ഗ്ലൂക്കോസ്, മന്നോസ്, ഗാലക്ടോസ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഇത്രയും എക്സാമ്പിൾസ് ഒന്ന് നിങ്ങൾ പഠിക്കണേ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് മോണോസാക്രൈഡ്. ഇനി ഒളിഗോസാക്രൈഡ് എന്ന് പറയുമ്പോൾ 2 മുതൽ 10 കാർബൺ അല്ലെങ്കിൽ യൂണിറ്റ് വരുന്നതിനാണ് ഒളിഗോസാക്രൈഡ് എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ ആണ് ഡൈസാക്രൈഡ്. ഓക്കെ, അതായത് ഡൈ എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് ആണ്. അതായത് നമ്മൾ അവരെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് 2 യൂണിറ്റ് ആയിട്ടായിരിക്കും അവർ മാറുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഡൈസാക്രൈഡ് എന്ന് വിളിക്കുക. സോ എമംഗ് ഒളിഗോസാക്രൈഡ് ഡൈസാക്രൈഡ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇവരെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് 2 മോണോസാക്രൈഡ്. അപ്പം ഡൈസാക്രൈഡിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2 മോണോസാക്രൈഡ് കിട്ടും. അപ്പൊ ഡൈസാക്രൈഡിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 മോണോസാക്രൈഡ് ആണ് കിട്ടും. അപ്പോൾ ഡൈസാക്രൈഡ് കൺസിസ്റ്റ് ഓഫ് 2 മോണോസാക്രൈഡ് യൂണിറ്റ്. അവരെ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട് കാണുന്ന ബോണ്ട് ഗ്ലൈക്കോസൈഡിക് ബോണ്ട് ആണ് കേട്ടോ, ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഓക്കെ, ആൻഡ് ഇവരുടെ പ്രത്യേകത അവർ ക്രിസ്റ്റലൈൻ ആണ്, വാട്ടർ സോലുബിൾ ആണ്, സ്വീറ്റ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മോണോസാക്രൈഡും ഒളിഗോസാക്രൈഡും ഷുഗർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി ഈ ഡൈസാക്രൈഡിൽ തന്നെ ഡിഫറെൻറ്റ് 2 ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ഇഫ് ഈ ഡൈസാക്രൈഡിൽ ഫ്രീ ആയിട്ടുള്ള CHOയും CO ഗ്രൂപ്പും ആൽഡിഹൈഡ് ഗ്രൂപ്പും കീറ്റോ ഗ്രൂപ്പും വരുവാണെങ്കിൽ അവരെ നമുക്ക് റെഡ്യൂസിങ് ഡൈസാക്രൈഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഇഫ് ദേ ഹാവ് ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോ ഗ്രൂപ്പ്. അതിന് എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. റെഡ്യൂസിങ്ങിന് എക്സാമ്പിൾ മാൾട്ടോസ്, ലാക്ടോസ് ആണ്. നോൺ റെഡ്യൂസിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവർക്ക് ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കില്ല. എക്സാമ്പിൾ നമ്മൾ സൂക്രോസ്, അതുപോലെ ത്രെഹലോസും വരും. സൂക്രോസ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം ഡൈസാക്രൈഡിനെല്ലാം റെഡ്യൂസിങ് ഡൈസാക്രൈഡ് ഉണ്ട്, നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ് ഉണ്ട്. റെഡ്യൂസിങ്ങിന് എക്സാമ്പിൾ ആണ് മാൾട്ടോസ്, ലാക്ടോസ്. നോൺ റെഡ്യൂസിങ്ങിന് എക്സാമ്പിൾ ആണ് സൂക്രോസ്, ട്രെഹലോസ്. അപ്പോൾ ഇതിൽ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാണ് റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ്. റെഡ്യൂസിങ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ഫ്രീ CHO ആൻഡ് കീറ്റോ ഗ്രൂപ്പ്. അതായത് നമ്മൾ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ആൽഡിഹൈഡോ കീറ്റോ ഗ്രൂപ്പോ ബോണ്ടിൽ ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ അവർ ഫ്രീ ആയിട്ടുണ്ടോ? ഇല്ല അല്ലേ, അവർ അവിടെ എൻഗേജ് ചെയ്തിരിക്കുകയാണ്. പകരം ആൽഡിഹൈഡും കീറ്റോണും അല്ല ബോണ്ടിൽ വരുന്നതെങ്കിൽ അവിടെ എന്ത് പറ്റും? ആൽഡിഹൈഡ് ഗ്രൂപ്പോ കീറ്റോ ഗ്രൂപ്പോ ഫ്രീ ആയിട്ട് കാണും. സോ അങ്ങനെയുള്ളവരെയാണ് റെഡ്യൂസിങ് ഷുഗർ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മോണോസാക്രൈഡ്സിൽ ബോണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും എന്താണ്? റെഡ്യൂസിങ് ഷുഗർ ആണ്. സോ ഓൾ മോണോസാക്രൈഡ്സ് എന്താണ്?
റെഡ്യൂസിങ് ഷുഗർ ആണ്. പിന്നെ ഡൈസാക്രൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാൾട്ടോസ് എന്താണ്, ലാക്ടോസ് ഒക്കെ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇനി when two or more മോണോസാക്രൈഡ് ലിങ്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ കീറ്റോൺ ഓർ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിരിക്കും ആ ലിങ്കേജിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ ഫ്രീ ആവുമോ? ഇല്ലല്ലേ. അങ്ങനെയുള്ളവരെയാണ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ സൂക്രോസ്. സൂക്രോസ് എന്താണ്, ഒരു നോൺ റെഡ്യൂസിങ് ആണ്. മാൾട്ടോസ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾ പഠിക്കുക. റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത് എല്ലാ മോണോസാക്രൈഡും റെഡ്യൂസിങ് ആണ്. പിന്നെ മാൾട്ടോസും ലാക്ടോസും റെഡ്യൂസിങ് ആണ്. നോൺ റെഡ്യൂസിങ്ങിന് എക്സാമ്പിൾ ആണ് നമ്മൾ സൂക്രോസ്. ഇനി റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിലുള്ള വേറെ കമ്പോണൻറ്റ് ലൈക്ക് അമിനോ ആസിഡ് അതേപോലെ ബാക്കിയുള്ള കമ്പോണൻസിലൊക്കെ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് ഫുഡിന് വേണ്ട ഫ്ലേവർ അതേപോലെ കളർ അതെല്ലാം പ്രൊവൈഡ് ചെയ്യാറുണ്ട് റെഡ്യൂസിങ് ഷുഗർ. ആൻഡ് റിയാക്റ്റീവ് ഗ്രൂപ്പ്സ് ഇപ്പോൾ ഒരു ലോങ് ചെയിൻ ആയിട്ടുള്ള ഷുഗർ പോളിമർ ആണെങ്കിൽ അവരെന്ത് ഫോം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ലിങ്ക് ഉണ്ടാക്കും. അപ്പോൾ ഒരു ഫൈബർ ടെക്സ്ചറിലോട്ടൊക്കെ അല്ലെങ്കിൽ ജെൽ ലൈക്ക് നെറ്റ്വർക്ക് ഒക്കെ അവർ ഫോം ചെയ്യും. അങ്ങനെയുള്ള ഈ എഡിബിൾ ഫിലിംസ് നമുക്ക് എന്ത് ചെയ്യാം, പാക്കിങ്ങിനോ കോട്ടിങ്ങിനോ ഒക്കെ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ഫുഡിൽ. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അത് റെഡ്യൂസിങ് ഷുഗർ ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി ഡൈസാക്രൈഡിൽ ബാക്കി വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ഡൈസാക്രൈഡിൽ വരുന്ന മാൾട്ടോസ് ഉണ്ട്, ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് അവിടെ കാണുക. ജസ്റ്റ് ഓർത്താൽ മതി, മാൾട്ടോസിനകത്ത് വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 2 ഗ്ലൂക്കോസ് ആയിരിക്കും. ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ആണ് മാൾട്ടോസ്. ഓക്കെ, പിന്നെ സൂക്രോസ്. സൂക്രോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആയിരിക്കും. ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ ചേരുന്നതാണ് സൂക്രോസ്. ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റാ ഡി ഫ്രക്ടോസും കൂടെ ചേർന്ന് ആൽഫ 1 ബീറ്റാ 2 ലിങ്കേജ് ആണ്, ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് ഫോം ചെയ്യുക. ഇനി ലാക്ടോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിരിക്കും വരുന്നത്. എന്താ, ഗാലക്ടോസും ആയിരിക്കും വരിക. അപ്പം ലാക്ടോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും വരും. ആൻഡ് ഈ ലാക്ടോസിനെയാണ് നമ്മൾ മിൽക്ക് ഷുഗർ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുക, മിൽക്ക് ഷുഗർ എന്ന് വിളിക്കുക. ഈ സൂക്രോസ് നമ്മൾ കെയിൻ ഷുഗർ ഇല്ലേ, ഷുഗർ കെയിനിൽ വരുന്നത് ഈ സൂക്രോസ് ആണ്. കെയിൻ ഷുഗർ അതേപോലെ ഇൻവേർട്ട് ഷുഗർ എന്നൊക്കെ വിളിക്കുന്നത് ഈ സൂക്രോസിനെയാണ് കേട്ടോ. കെയിൻ ഷുഗർ, ഇൻവേർട്ട് ഷുഗർ എന്നൊക്കെ പറയുന്നത് സൂക്രോസ് ആണ്. ലാക്ടോസ് ആണ് മിൽക്ക് ഷുഗർ. മിൽക്കിൽ കാണുന്ന ഷുഗർ അല്ലെങ്കിൽ ഡൈസാക്രൈഡ് എന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. ഇനി ലാക്ടോസിനകത്ത് ബീറ്റാ ഡി ഗ്ലൂക്കോസും ഗാലക്ടോസും ബീറ്റാ ഡി ഗ്ലൂക്കോസും ആണ് വരിക. അപ്പോൾ ഇതാണ് സൂക്രോസിന്റെ സ്ട്രക്ചർ. ഇവിടെ ഗ്ലൂക്കോസും ഫ്രക്ടോസും വരുന്നുണ്ട്. മാൾട്ടോസിലാകുമ്പം ഗ്ലൂക്കോസും ആണുള്ളത്. ലാക്ടോസിലാകുമ്പം ഗാലക്ടോസും ഗ്ലൂക്കോസും ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ അവർ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യും. ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്നത് നമുക്ക് ബോണ്ട് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ബോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ CH2OH വരുമല്ലോ, അതേപോലെ അതിൽ OH ഗ്രൂപ്പും ഇപ്പുറത്തെ സൈഡിലും ഒരു OH ഗ്രൂപ്പ് കാണും. ഓക്കെ, ഈ OH കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇവിടുന്ന് OHും ഇവിടുത്തെ Oയും കൂടെ ചേർന്നിട്ട് Hഉം കൂടെ ചേർന്നിട്ട് വാട്ടർ ആയിട്ട് അങ്ങ് പോകും. അതായത് ഇവിടുത്തെ ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിക്കാം, നോക്കൂ. OH ഇവിടുത്തെ Hഉം ഇവിടുത്തെ OHും കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും, വാട്ടർ ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ വാട്ടർ പുറത്തേക്ക് റിലീസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുക, ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഈ വന്ന O ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടോ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഇത് മാത്രം പഠിക്കുക. സൂക്രോസിനകത്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ട്. മാൾട്ടോസിനകത്ത് ഗ്ലൂക്കോസ് യൂണിറ്റ് ആണുള്ളത്. ലാക്ടോസിനകത്ത് ഗാലക്ടോസും ഗ്ലൂക്കോസും ആണ് വരുന്നത്. ഓക്കെ, ഇനി ലാക്ടുലോസ് ഉണ്ട്. ലാക്ടുലോസ് എന്ന് പറയുന്നത് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഡൈസാക്രൈഡ് ആണ്. ഗാലക്ടോസും ഫ്രക്ടോസും ആണ് അതിനകത്ത് വരുന്നത്. ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാക്ടുലോസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമോണിയെ എന്താക്കി മാറ്റും. സോ ലാക്ടുലോസ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം പ്ലാസ്മയിലൊക്കെ ഉള്ള അമോണിയെ ഇവരെന്താക്കി കൺവേർട്ട് ചെയ്യും, അമോണിയം അയോൺ ആക്കി കൺവേർട്ട് ചെയ്യാം. അമോണിയെ അവർക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും, അമോണിയം അയോൺ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പ്ലാസ്മയിലുള്ള അമോണിയയുടെ ലെവൽ കുറയ്ക്കാൻ ആരെ ഹെൽപ്പ് ചെയ്യും, ലാക്ടുലോസ് ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ഇസ് എ സിന്തറ്റിക് ഡൈസാക്രൈഡ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്താൽ മതി, ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഇനി അടുത്തയാണ്, അപ്പം അത്രയും മതി ഡൈസാക്രൈഡുമായിട്ട്. പിന്നെ നമുക്ക് പോളിസാക്രൈഡ് ആണ് വരിക. അപ്പോൾ അതെന്തായിരിക്കും, മോർ ദാൻ 10 യൂണിറ്റ്സ് വന്ന് ഒന്നിച്ച് ചേർന്ന് ഉണ്ടാവുന്നതാണ്
പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഇവരെ നമ്മൾ സിംപ്ലി ഗ്ലൈക്കൻസ് എന്ന് വിളിക്കാറുണ്ട്, ഗ്ലൈക്കൻസ്. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റിപ്പീറ്റഡ് യൂണിറ്റ് ഓഫ് മോണോസാക്രൈഡ്, അല്ലെങ്കിൽ മോണോസാക്രൈഡിന്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ ഒന്നിച്ചു ചേർന്ന് ഉണ്ടാവുന്നതാണ് എന്ത്, പോളിസാക്രൈഡ്. ഇവിടെയും വരുന്ന ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട് തന്നെയാണ് കേട്ടോ. ഡൈസാക്രൈഡിലായാലും പോളിസാക്രൈഡിലായാലും രണ്ട് ഷുഗർ യൂണിറ്റ് തമ്മിൽ ബോണ്ട് ചെയ്യുന്നത് ഗ്ലൈക്കോസൈഡിക് ബോണ്ട് തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടും ഇവരുടെ റോൾ എന്ന് പറയുന്നത്, നമുക്ക് ഇവര് എനർജി അല്ല തരുന്നത്, പകരം ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ കമ്പോണന്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പൊ പ്ലാന്റ്സിന്റെ ഒക്കെ സെൽ വാളിൽ വരുന്നത് ഈ പോളിസാക്രൈഡ് ആണ്. അതേപോലെ ഇവര് സ്റ്റോറേജ് ഫോം ആയിട്ടും, എനർജിയുടെ സ്റ്റോറേജ് ഫോം, എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഒരു പോളിസാക്രൈഡിന്റെ ഫോമിലായിരിക്കും. ഓക്കെ, എന്നിട്ട് ഇവരെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് മോണോസാക്രൈഡ് ആവുകയും ആ മോണോസാക്രൈഡ് ആണ് പിന്നെ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവരുടെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് സ്ട്രക്ചറൽ കമ്പോണന്റ് ആണ്, രണ്ടാമത്തത് സ്റ്റോറേജ് ഓഫ് എനർജി, സ്റ്റോറേജ് ഫോം ഓഫ് എനർജി ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് പോളിസാക്രൈഡ് ലീനിയർ ആയിട്ടുള്ള പോളിസാക്രൈഡ് വരാം, അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആയിട്ടും അവർ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ പോളിസാക്രൈഡ് ഓർത്ത് വെച്ചേക്കുക, ലീനിയർ ആൻഡ് ബ്രാഞ്ച്ഡ് വരുന്നുണ്ട്. അവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ കമ്പോണന്റ് ആയിട്ട് നിൽക്കും, അതേപോലെ എനർജി സ്റ്റോറേജ് ഫോം ആയിട്ടും ഈ പോളിസാക്രൈഡ്സ് ആണ് വരിക. ഇനി അതിനകത്തുള്ള യൂണിറ്റ്സിന്റെ ബേസിസിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹോമോ പോളിസാക്രൈഡും ഹെട്രോ പോളിസാക്രൈഡും. ഹോമോ പോളിസാക്രൈഡ് എന്ന് പറയുമ്പം അവരിലുള്ള എല്ലാ യൂണിറ്റും സെയിം ആള് തന്നെ ആയിരിക്കും. ഇപ്പൊ ഗ്ലൂക്കോസ് ആണ് ഒരു യൂണിറ്റ് എങ്കിൽ എല്ലാവരും ഗ്ലൂക്കോസ് തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് ഹോമോ പോളിസാക്രൈഡ് എന്ന് വിളിക്കുക. ഇനി രണ്ടാമത്തെ ഹെട്രോ പോളിസാക്രൈഡ്, അവിടെ അപ്പൊ എന്തായിരിക്കും, ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിരിക്കും വരിക. അപ്പം ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ ചേർന്നിട്ടായിരിക്കും ഒരു യൂണിറ്റ് വരിക. അതിന്റെ റിപ്പീറ്റഡ് യൂണിറ്റ്സ് ആയിരിക്കും എന്ത് വരിക, ഹെട്രോ പോളിസാക്രൈഡ്സിൽ വരുന്നത്. അപ്പം ദേ ഹാവ് എ മിക്സ്ചർ ഓഫ് ഫ്യൂ മോണോസാക്രൈഡ്സ് ആയിരിക്കും നമ്മൾ അവരെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക. ഹോമോ പോളിസാക്രൈഡ്സിൽ എങ്ങനെ ആയിരിക്കും, നമ്മൾ അവരെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സിംഗിൾ ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ്സ് മാത്രമേ കിട്ടൂ, ലൈക്ക് ഇപ്പം ഗ്ലൂക്കോസ് മാത്രമായിരിക്കും കിട്ടുക. അങ്ങനെയുള്ളതാണ് ഹോമോ പോളിസാക്രൈഡ്. ഹെട്രോ പോളിസാക്രൈഡ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണോസാക്രൈഡ് അല്ലെങ്കിൽ അവരുടെ ഡെറിവേറ്റീവ്സ് നമുക്ക് കിട്ടും. സോ അതാണ് ഹെട്രോ പോളിസാക്രൈഡ്. നമുക്ക് 2-3 എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫുഡിലൊക്കെ വരുന്നത് മാത്രം നമുക്ക് പഠിക്കാം. സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ പോളിസാക്രൈഡ് ആണ് കേട്ടോ. ഗ്ലൂക്കോസ് റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന പോളിസാക്രൈഡ് ആണ് എന്ത്, സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമ്മളുടെ പ്ലാന്റിൽ അവരുടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഈ സ്റ്റാർച്ചിന്റെ ഫോമിലായിരിക്കും. സോ സ്റ്റോറേജ് ഫോം അല്ലെങ്കിൽ റിസർവ് ആയിട്ട് കാണുന്നത് ഈ സ്റ്റാർച്ച് ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ആ സ്റ്റാർച്ച് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, നമ്മളെ എനർജി സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഇത് കാണുന്നത് സിറിയൽസിലും റൂട്ട്സിലും ട്യൂബേഴ്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഹൈ കണ്ടന്റ് ഓഫ് സ്റ്റാർച്ച് വരുന്നുണ്ട്. പിന്നെ ഗ്ലൂക്കോസ് യൂണിറ്റ് ചേർന്നാണ് ഈ സ്റ്റാർച്ച് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഗ്ലൂക്കോസാൻ അല്ലെങ്കിൽ ഗ്ലൂക്കാൻ എന്ന് വിളിക്കാറുണ്ട്. കാരണം ഗ്ലൂക്കോസിന്റെ റിപ്പീറ്റഡ് യൂണിറ്റ്സ് ആണല്ലോ, അതുകൊണ്ടാണ് ഗ്ലൂക്കോസാൻ അല്ലെങ്കിൽ ഗ്ലൂക്കാൻ എന്ന് വിളിക്കുന്നത് സ്റ്റാർച്ചിനെ. ഓക്കെ, ആൻഡ് സ്റ്റാർച്ചിൽ തന്നെ ഗ്ലൂക്കോസ് ഇങ്ങനെ ലീനിയർ ആയിട്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് അതിനെ അമൈലോസ് എന്ന് വിളിക്കും. പിന്നെ അവരിങ്ങനെ ലീനിയർ വന്നിട്ട് ബ്രാഞ്ച് വരും, അങ്ങനെ ഒരു യൂണിറ്റും കൂടെ വരും, അതിനെയാണ് നമ്മൾ അമൈലോ പെക്റ്റിൻ എന്ന് വിളിക്കുന്നത്. സോ ഇത് രണ്ട് യൂണിറ്റും എവിടെ കാണും, സ്റ്റാർച്ചിനകത്ത് കാണും. പക്ഷെ എല്ലാം എന്ത് തന്നെ ആയിരിക്കും, ഗ്ലൂക്കോസ് തന്നെ ആയിരിക്കും. സോ അമൈലോസും അമൈലോ പെക്റ്റിനും കൂടെ ചേരുന്നതാണ് എന്ത്, സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അതിൽ 15-20% മാത്രമാണ് അമൈലോസ്, 80-85% അമൈലോ പെക്റ്റിൻ ആണ്. ഓക്കെ, അപ്പൊ സ്റ്റാർച്ച് ക്ലിയർ ആണല്ലോ. സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് റിപ്പീറ്റഡ് യൂണിറ്റ് ആയിട്ട് വരുന്ന പോളിസാക്രൈഡ് ആണ്, ഹോമോ പോളിസാക്രൈഡ് ആണ് കേട്ടോ. റിസർവ് ആയിട്ട് വരുന്നത് ഈ സ്റ്റാർച്ച് ആണ്. പിന്നെ ഡെക്സ്ട്രിൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർച്ച് പ്രോഡക്ട്സിനെ അല്ലെങ്കിൽ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റ് ആണ് എന്ത്, ഡെക്സ്ട്രിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ ഈ ഡെക്സ്ട്രിൻ പിന്നെ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മാൾട്ടോസും ഗ്ലൂക്കോസും ആണ് അതിനകത്തുനിന്ന് കിട്ടുക. പിന്നെ ഇനുലിൻ എന്ന് പറയുന്നത് ഫ്രക്ടോസിന്റെ പോളിമർ ആണ് കേട്ടോ. ഫ്രക്ടോസ് ആണ് അവിടെ റിപ്പീറ്റഡ് യൂണിറ്റ്, അതുകൊണ്ട് വരെ നമ്മൾ ഫ്രക്ടോസാൻ എന്ന് വിളിക്കും. ഇതാണ് ഡാലിയ ബൾബ്, ഗാർലിക്, ഒണിയനിലൊക്കെ ആ ഒരു സ്പെഷ്യൽ സ്മെല്ല് തരുന്നതും അതിനകത്തുള്ളതും എന്താണ്, ഈ ഇനുലിൻ ആണ് കേട്ടോ. അതിനകത്ത് ആ ഒരു കമ്പോണന്റ്, അതായത് ഫ്രക്ടോസ് വരുന്ന ഒരു പോളിസാക്രൈഡ് ആണ് എന്തിനകത്ത് വരിക, ഈ ഗാർലിക്കിലും ഒനിയനിലും ഒക്കെ വരുന്നത്. ആ ഇനുലിൻ ഓർത്തിച്ചിക്കുക, ഇനുലിൻ ആണ് അതിനകത്ത് കാണുക. ആൻഡ് ഇനുലിൻ നമ്മളുടെ ബോഡിയിൽ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാറില്ല. ഇനി ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ്സിലെ റിസർവ് എന്ന് പറയുന്ന സ്റ്റാർച്ച് എന്ന് പറഞ്ഞു അല്ലേ,
അതേപോലെ അനിമൽസിൽ ഇപ്പം നമുക്ക് എക്സസ് ആയിട്ട് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ബോഡി എന്ത് ചെയ്യും, ഈ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ആ സ്റ്റോർ ചെയ്യുന്ന ഫോമാണ് എന്ത്, ഗ്ലൈക്കോജൻ. സോ കാർബോഹൈഡ്രേറ്റ് റിസർവ് ഇൻ അനിമൽസ് ആണ് എന്ത്, ഗ്ലൈക്കോജൻ. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ അനിമൽ സ്റ്റാർച്ച് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും, അനിമൽ സ്റ്റാർച്ച്. ഓക്കെ, സോ ഇത് ഹൈ കോൺസെൻട്രേഷനിൽ ലിവറിലാണ് ഈ ഒരു കൺവേർഷൻ നടക്കുന്നത്. സോ ലിവറിലാണ് കാണുക. പിന്നെ മസിൽസിലും ബ്രെയിൻസിലും വരാറുണ്ട്. പിന്നെ ഇവിടെയും റിപ്പീറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് α14 ആൻഡ് α16 ലിങ്കേജ് വഴിയാണ് ഫോം ചെയ്യുന്നത്. അവിടെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ ഗ്ലൈക്കോജന്. അപ്പൊ അതുകൊണ്ട് ബ്രാഞ്ച് ഇവിടെ വരുന്നുണ്ട്. ലീനിയർ ചെയിന് ബ്രാഞ്ചും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഗ്ലൈക്കോജൻ വിച്ച് ഈസ് ദ കാർബോഹൈഡ്രേറ്റ് റിസർവ് ഇൻ അനിമൽ, സോ കോൾഡ് അനിമൽ സ്റ്റാർച്ച്. ലിവറിലാണ് അതിന്റെ സിന്തസിസ് നടക്കുന്നത് കേട്ടോ. ഇനി സെല്ലുലോസ് പ്ലാന്റ്സിലും ആൻഡ് പ്ലാന്റ് കിങ്ഡത്തിലും മെയിൻ ആയിട്ട് കാണുന്നതാണ് എന്ത്, സെല്ലോസ് എന്ന് പറയുന്നത് നമ്മള് പ്ലാന്റിന്റെ സെൽ വാളിലുള്ള കമ്പോണന്റ് ആണ് സെല്ലോസ്. സെൽ വാളിലുള്ള കമ്പോണന്റ് ആണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ദ കമ്പോണന്റ് ഓഫ് സെൽ വാൾ. പ്ലാന്റ് സെൽ വാളിൽ വരുന്നതാണ്. ഗ്ലൂക്കോസ് ആണ് അവിടെയും റിപ്പീറ്റഡ് യൂണിറ്റ്സ്. ഗ്ലൂക്കോസ് ആണ് വരുന്നത്, ബീറ്റാ ഡി ഗ്ലൂക്കോസ് ആണ്. ഈ സെല്ലുലോസ് ആണ് നമ്മളെ ഫൈബർ, ഡയറ്ററി ഫൈബറിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ സെല്ലുലോസ് ആണ്. അത് നോൺ ഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ഇതെന്താണ്, ഡയറ്ററി ഫൈബറിൽ വരുന്നതാണ് ഈ സെല്ലുലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഈ ഡയറ്ററി ഫൈബേഴ്സ് എന്താ ചെയ്യാം, ദേ ഇൻക്രീസ് ദ ബൾക്കിംഗ് ഓഫ് ഫീക്കസ്. ഫീക്കസിന്റെ ബൾക്കിംഗ് അവരെന്ത് ചെയ്യും, കൂട്ടും. ഫീക്കസ് ഇങ്ങനെ ബൾക്കായിട്ട്, അപ്പൊ നമുക്ക് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യും, സ്റ്റൂള് പുറത്തേക്ക് പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവര് ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും അബ്സോർപ്ഷൻ, അതായത് ഗ്ലൂക്കോസിന്റെയും കൊളസ്ട്രോളിന്റെയും അബ്സോർപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ ആരെ ഹെൽപ്പ് ചെയ്യും, ഈ ഫൈബേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഫൈബേഴ്സിന് കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഇപ്പം സെല്ലുലോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ദേ ഡിക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് കൊളസ്ട്രോൾ ആൻഡ് ഓൾസോ ഇൻക്രീസസ് ദ ബൾക്കിംഗ് ഓഫ് ഫിക്കസ്. ഫിക്കസിന്റെ ബൾക്കിംഗ് ഇൻക്രീസ് ചെയ്യും. ഇനി അഗാർ എന്ന് പറയുന്നത് നമ്മൾ CVD എന്നൊക്കെ എടുക്കുന്നതാണ്. അഗാർ എന്ന് പറയുന്നത് അതും ഒരു പോളിമർ ആണ് കേട്ടോ, പോളിസാക്കറൈഡ് ആണ്. ഗാലക്ടോസ് സൾഫേറ്റിന്റെയും ഗ്ലൂക്കോസിന്റെ ഒരു, അപ്പൊ ഇതെന്താണ്, ഹെട്രോ പോളിസാക്കറൈഡ് ആണ്. ഹെട്രോ ആണ് കേട്ടോ, കാരണം അവിടെ എന്തൊക്കെയാണ്, രണ്ട് ആൾക്കാർ വരുന്നുണ്ട്, ഗ്ലൂക്കോസും ഗാലക്ടോസ് സൾഫേറ്റും വരുന്നുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചേരുന്നതാണ് അഗാർ എന്ന് പറയുന്നത് കേട്ടോ. അഗാറും ഡൈജസ്റ്റബിൾ അല്ല, അതും ഡയറ്ററി ഫൈബേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ പെക്റ്റിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സിനകത്ത് കാണുന്നതാണ്. മെയിനായിട്ടും ആപ്പിൾ, സിട്രസ് ഫ്രൂട്ട്സിനകത്തൊക്കെ കാണും. അതിനകത്ത് കൂടുതലായിട്ട് വരുന്ന അതിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഗാലക്ടോറിനേറ്റും റംനോസും ആണ് കേട്ടോ. ഗാലക്ടോറിനേറ്റും റംനോസും ആണ് അതിന്റെ യൂണിറ്റ്. ഇനി പെക്റ്റിൻ എന്ന് പറയുന്നത് നോൺ ഡൈജസ്റ്റബിൾ ആണ്, ഡയറ്ററി ഫൈബേഴ്സ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ജെല്ലിയുടെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ ഈ പെക്റ്റിൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, അതായത് കാർബോഹൈഡ്രേറ്റിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ്. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ ഫങ്ഷൻസ്, അതായത് റോൾസ് ഇൻ ഹ്യൂമൻ ഫങ്ഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്തിലുള്ള റോൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഇറ്റ് സെർവ്സ് ആസ് എനർജി സോഴ്സ് ആയിട്ട് വരുന്നത് നമ്മളെ എന്താണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പം എനർജി സോഴ്സും ആണ്, എനർജി റിസർവ് ആയിട്ട് വരാറുണ്ട്. എനർജി റിസർവ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ ആരാണ്, സ്റ്റാർച്ച് ആണ്. അനിമൽസിന്റെ കാര്യത്തിൽ ഗ്ലൈക്കോജൻ. പിന്നെ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ കമ്പോണൻസും കൂടെ ആണ് കേട്ടോ. സെല്ലുലോസ് സെൽ വാളിൽ വരുന്നതല്ലേ. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മളെ ബോഡിയിലായാലും പ്ലാന്റ്സിലൊക്കെ ആണെങ്കിലും ന്യൂക്ലിക് ആസിഡ്, അതായത് നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ ഇല്ലേ, അതിൽ ഷുഗർ യൂണിറ്റ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ്. അതിൽ 3 പാർട്ടാണ് വരുന്നത്. ഒന്ന് ഷുഗർ വരുന്നുണ്ട്, പിന്നെ നൈട്രോജിനസ് ബേസ് വരും, പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇതിൽ ഈ ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ആണ് കേട്ടോ. റൈബോസും ഡിയോക്സി റൈബോസും ആണ് വരുന്നത്. റൈബോസും ഡിയോക്സി റൈബോസും. അപ്പൊ അതിൽ നമ്മളെ DNA എന്ന് പറയുമ്പോൾ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് അതിനകത്ത് വരുന്നത്. കാർബോഹൈഡ്രേറ്റ്, അതായത് മോണോസാക്കറൈഡ് ആണ് അതിനകത്ത് വരുന്നത്. സോ റൈബോസ്. ഓക്കെ, റൈബോസ് ന്യൂക്ലിക് ആസിഡിന്റെ കമ്പോണന്റ് ആണ്. DNA-ലാണെങ്കിൽ ഡിയോക്സി റൈബോസും RNA-ലാണെങ്കിൽ റൈബോസും ആണ് വരുന്നത്. പിന്നെ കമ്പോണന്റ് ഓഫ് വൈറ്റമിൻസ് ആണ്, അതായത് റൈബോഫ്ലാവിനകത്ത് B2-ൽ, അതായത് നമ്മൾ ബി കോംപ്ലക്സിലെ B2-ന്റെ റൈബോസ് യൂണിറ്റ് അവിടെ വരുന്നുണ്ട്. അപ്പൊ കമ്പോണന്റ് ഓഫ് വൈറ്റമിൻസ് ആണ്. ഇനി കാർബോഹൈഡ്രേറ്റ് ഓക്സിഡൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, എനർജി കിട്ടും. ആൻഡ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുക, സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് റോൾസ് നമ്മൾ കാർബോഹൈഡ്രേറ്റിന് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ ബോഡിയിൽ വരുന്ന കുറച്ച് റോൾസുകൾ ഓർത്ത് വെച്ചാൽ മതി. എനർജി റിസർവ് ആണ്, ഗ്ലൈക്കോജൻ ആണ് ഫോം. പിന്നെ ന്യൂക്ലിക് ആസിഡിന്റെ കമ്പോണന്റ് ആണ്, റൈബോസ് ആണ് അതിനകത്ത് വരുന്നത്.
പിന്നെ നമ്മൾ പറഞ്ഞു വൈറ്റമിൻസിൻ്റെ കമ്പോണൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ റൈബോഫ്ലാവിൻ്റെ റൈബോസ്. പിന്നെ നമ്മളിത് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എനർജി. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത് സെല്ലാർ റെസ്പിറേഷൻ വഴി. ഇനി നമുക്ക് ഷുഗറിൻ്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് നമുക്ക് ഫുഡിൽ അത് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സിമ്പിൾ ഷുഗേഴ്സ് ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ്, സൂക്രോസ്, ലാക്ടോസ്, അതായത് മോണോ ആൻഡ് ഡൈസാക്കറൈഡിൻ്റെ കാര്യമാണ്. അവരെന്താണ് സ്വീറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യും. വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് നമുക്ക് സിറപ്പ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ദേ ഫോം ക്രിസ്റ്റൽസ് വെൻ വാട്ടർ പുറത്തേക്ക് പോകുന്ന സമയത്ത്. ആൻഡ് ദേ സപ്ലൈ എനർജി. പിന്നെ ഈ ഷുഗേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോബ്സിന് ഫെർമെൻറ്റ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ ആൽക്കഹോളും ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. മൈക്രോബ്സിന് ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് പക്ഷേ ഇതേപോലെ ഹൈ കോൺസെൻട്രേഷനിൽ നമ്മൾ ഷുഗർ എടുക്കുകയാണ്, ഗ്ലൂക്കോസോ ഫ്രക്ടോസോ അല്ലെങ്കിൽ മെയിൻലി നമ്മൾ ഷുഗർ എടുത്ത് ഹൈ കോൺസെൻട്രേഷനിൽ എടുത്തിട്ട് നമ്മളിപ്പം ഫ്രൂട്ട്സ് ഒക്കെ അതിനകത്ത് മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. അതിനകത്ത് വേറെ ഫംഗസ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല. സോ പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്ക് അവരെ യൂസ് ചെയ്യാം ഹൈ കോൺസെൻട്രേഷനിൽ. പിന്നെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? കാരമലൈസ് ചെയ്യും. ഷുഗേഴ്സ് എന്ത് ചെയ്യും? കാരമലൈസ് ചെയ്യാറുണ്ട്, അതായത് ഡാർക്കർ കളറിലേക്ക് മാറും. ആൻഡ് ചില സമയത്ത് ഈ അമിനോ ആസിഡ്സ് ഇല്ലേ, പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഡാർക്ക് കളർ തരും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രൗണിങ് റിയാക്ഷൻ എന്ന്. അതും ഈ ഷുഗേഴ്സ് തരും. അപ്പോൾ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. കാരമലൈസ് ചെയ്യും. പിന്നെ ബ്രൗണിങ് റിയാക്ഷൻസ് ആര് തരും? ഷുഗേഴ്സ് തരും. ഇനി സ്റ്റാർച്ചിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റിലെ റിസർവ് ആണ് എന്ത് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ബട്ട് ദേ ആർ നോട്ട് സ്വീറ്റ്. സ്വീറ്റ് അല്ല, നോൺ ഷുഗേഴ്സ് ആണ്. ഇവർ കോൾഡ് വാട്ടറിൽ എന്ത് ചെയ്യില്ല? മിക്സ് ചെയ്യില്ല. പക്ഷേ ഹോട്ട് വാട്ടറിൽ അവർ പേസ്റ്റോ ജെൽസോ ആയിട്ട് മാറാറുണ്ട്. ഓക്കെ. ആൻഡ് പ്രൊവൈഡ് റിസർവ് എനർജിയാണ്. പ്ലാന്റ്സിൽ റിസർവ് എനർജിയാണ്. അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. ആൻഡ് ഇവർ സീഡ്സിലും ട്യൂബേഴ്സിലും ഒക്കെയാണ് എന്ത് കാണുക? സ്റ്റാർച്ച് ഗ്രാന്യൂൾസിന്റെ ഫോമിൽ കാണാറുണ്ട്. ഇനി ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതായത് ഈ സ്റ്റാർച്ച് ഗ്രാനൂൾസിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചത് അല്ലെങ്കിൽ വാട്ടറിൽ ഇട്ടിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഡിസോൾവ് ആവും. ഡിസോൾവ് ആയിട്ട് അവരെന്ത് ചെയ്യും? ജെലാറ്റിനൈസേഷൻ അണ്ടർഗോ ചെയ്യും. ജെല്ല് പോലായിട്ട് മാറും. അവരുടെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ദേ ഫോംസ് എന്തായിട്ട് മാറും? കൂൾ ചെയ്യുന്ന സമയത്ത് അവർ ജെല്ലായിട്ട് മാറും. ആ ഒരു പ്രോസസ്സ് ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ഈ ഒരു വിസ്കോസിറ്റി കാരണം ഈ സ്റ്റാർച്ച് പേസ്റ്റിനെ നമുക്ക് ഫുഡ് തിക്കൻ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റാർച്ച് ജെൽസ് ഓക്കെ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഫുഡ് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം കോൺ സ്റ്റാർച്ച് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? തിക്കൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യും. സൂപ്പിനകത്തൊക്കെ ഒരു തിക്കനിങ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ. അതേപോലെ പുഡിങ്ങിൽ നമുക്ക് ഈ ജെൽസ് യൂസ് ചെയ്യാം. പിന്നെ ബോത്ത് പേസ്റ്റ് ആൻഡ് ജെൽസിനെ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് കൂൾ ചെയ്തിട്ട് റിവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് റിട്രോഗ്രഡേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർച്ച് അണ്ടർഗോ ചെയ്യുന്ന ആ റിയാക്ഷൻസ് ഓർത്ത് വെച്ചേക്കുക. ജെലാറ്റിനൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്, റിട്രോഗ്രഡേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? സോ അതാണ് സ്റ്റാർച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി സെല്ലുലോസ് ആൻഡ് ഹെമി സെല്ലുലോസ് അവരെന്ന് പറയുന്നത് സ്ട്രക്ചറൽ കമ്പോണന്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നതാണ്. പ്ലാൻ കിങ്ഡത്തിലാണ് അത് കാണുക, സെല്ലുലോസ് ആൻഡ് ഹെമി സെല്ലുലോസ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രേക്ക് ഡൗൺ ചെയ്യാൻ അവരെ പറ്റില്ല. നമ്മളുടെ ബോഡിയിൽ അതിനുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് വരുന്നില്ല. ആൻഡ് ദേ ആർ ഇൻസോളബിൾ ഇൻ കോൾഡ് ആൻഡ് ഹോട്ട് വാട്ടർ. ബട്ട് അവരെ നമ്മുടെ ബോഡി എന്ത് ചെയ്യാൻ പറ്റില്ല? ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ആക്ട് ആസ് എ ഡയറ്ററി ഫൈബേഴ്സ്. എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഡയറ്ററി ഫൈബേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഗട്ടിലുള്ള മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും? ഇവരെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ ബോഡിക്ക് ഡയറ്ററി ഫൈബേഴ്സിനെ അല്ലെങ്കിൽ ഈ സെല്ലോസിനെ ഹെമിസെല്ലോസിനെ ഒന്നും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദേ ജസ്റ്റ് ഗോ ടു ഇൻഡസ്റ്റൈൻ. എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളെ ഗട്ടിലുള്ള മൈക്രോ ഓർഗാനിസം അവരെ ബ്രേക്ക് ഡൗൺ ചെയ്ത് യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ. സോ അതുകൊണ്ട് ദേ ആക്ട് ആസ് എ ഡയറ്ററി ഫൈബേഴ്സ്. ആൻഡ് ദ ഫൈബർ ഇൻ ഫുഡ് ദാറ്റ് പ്രൊഡ്യൂസ് നെസസറി ഡയറ്ററി roughage is largely cellulose. Okay. പിന്നെ പെക്റ്റിൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് ഗംസ് ആണ്. പെക്റ്റിൻ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. ഇവർക്ക് എന്താണ്? ഒരു റിപ്പീറ്റഡ് യൂണിറ്റ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് വരുന്നതാണ് എന്ത്? പെക്റ്റിൻസ് എന്ന് പറയുന്നത് ഷുഗർ ആസിഡ്സ് ആണ് അതിനകത്ത് വരിക. ഇനി പെക്റ്റിൻ കൂടുതൽ കാണുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ്. ആൻഡ് പെക്റ്റിൻ വാട്ടറിൽ സോലബിൾ ചെയ്യും, എക്സ്പെഷ്യലി ഹോട്ട് വാട്ടറിൽ സോലബിൾ ചെയ്യും. ആൻഡ് ഇവരെന്ത് ചെയ്യും? വിസ്കോസിറ്റി ഉണ്ടാക്കും കേട്ടോ. അതായത്
പെക്റ്റിൻ ഇൻ കൊളോയിഡൽ സൊല്യൂഷൻ എന്തായിരിക്കും, വിസ്കസ് ആയിട്ടായിരിക്കും ഇരിക്കുക. ലൈക്ക് ടൊമാറ്റോ പേസ്റ്റ് ഒക്കെ ഒന്ന് വിസ്കസ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പെക്റ്റിൻ കമ്പോണന്റ് ആണ്. അതേപോലെ ഓറഞ്ച് ജ്യൂസും ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, പെക്റ്റിൻ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് പെക്റ്റിന്റെ കാര്യം. ഇനി പെക്റ്റിൻ ഇൻ സൊല്യൂഷൻ ജെൽ ഫോമിലായിരിക്കും കാണുക, ഷുഗറും ആസിഡും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പം ജെല്ലി മാനുഫാക്ചറിങ്ങിന് നമുക്ക് പെക്റ്റിൻസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗംസിൽ വരുന്നതാണ് ഗം അറബിക്, ഗം കരായ, ഗം ട്രക്കാന്ത്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് നമുക്ക് CBD നിന്ന് കിട്ടുന്ന ഗമ്മാണ് അഗാർ അഗാർ, കരാജിനൻസ് ആൻഡ് ആൽജിൻ എന്ന് പറയുന്ന ഗം. അപ്പം ഇത്രയാണ് പെക്റ്റിൻ ആൻഡ് ഗം. ആൻഡ് ഈ ഗമ്മുകളും നമുക്ക് ഈ അഗാറൊക്കെ എന്താണ് തിക്കനിങ് ഏജന്റ് ആയിട്ട് പുഡിങ്ങിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സോ ദേ ആക്ട് ആസ് തിക്കനിങ് ഏജന്റ് ആൻഡ് സ്റ്റെബിലൈസിങ് ഏജൻസ് ആയിട്ട് നമ്മൾ ഈ അഗാറും ഗമ്മും പെക്റ്റിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ പെക്റ്റിൻ ആൻഡ് ഗമ്മ് വരുന്നത്. ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സസ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് മെയിൻ ആയിട്ട് പ്യോർ കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഷുഗർ, അതുപോലെ ജാഗറി, ഹണി ഒക്കെ പ്യോർ കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് ആണ്. ഓക്കെ, അതിനകത്തെല്ലാം പ്യോർ കാർബോഹൈഡ്രേറ്റ് ആണ് വരിക. അത് ഇത്രയും മെയിൻ സോഴ്സ്. പിന്നെ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന മെയിൻ ആയിട്ടും സിറിയൽസ്, പൾസസ്, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ലൈക്ക് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, ബീട്രൂട്ട്, യാം, ഇതിൽ നിന്നൊക്കെ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് കിട്ടും. പിന്നെ ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് കിട്ടും ലൈക്ക് ബനാന, മാംഗോ, പൈനാപ്പിൾ, ഗ്രേപ്സ്. ഇതെല്ലാം ഗുഡ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് പൾസസിൽ നിന്നും സിറിയൽസിൽ നിന്നും റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നുമാണ് മെയിനായിട്ടും എന്ത് കിട്ടുക, കാർബോഹൈഡ്രേറ്റ് കിട്ടുക. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ ഡെഫിഷ്യൻസി നമുക്കൊന്ന് നോക്കാം. ഒന്ന്, നമുക്ക് വേണ്ട മെയിനായിട്ടും കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടുന്ന എനർജിയാണ് അല്ലേ. അപ്പൊ നമുക്ക് വേണ്ട അത്ര കാർബോഹൈഡ്രേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും, ഇറ്റ് കോസ് പെർസിസ്റ്റന്റ് ഫാറ്റീഗ്. നമുക്ക് ക്ഷീണമായിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും. സോ ലാക്ക് ഓഫ് ഇമ്മീഡിയറ്റ് ഗ്ലൈക്കോജൻ ഫ്യൂവൽ കോസസ് എക്സ്ട്രീം സിസ്റ്റമാറ്റിക് ടയർഡ്നെസ്. നമുക്ക് ടയേർഡ് ആയിട്ട് ഇരിക്കും. അപ്പൊ അതാണ് ഡെഫിഷ്യൻസിയിൽ വരുന്നത്. ബ്രെയിൻ ഫോഗ് ഉണ്ടാവും. അതായത് നമ്മളെ ബ്രെയിനിന്റെ എനർജി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഈ ഗ്ലൂക്കോസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക. അപ്പൊ ഗ്ലൂക്കോസ് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ബ്രെയിനിന്റെ ആക്ടിവിറ്റി കറക്റ്റ് ആയിട്ട് നടക്കില്ല. സോ ഇറ്റ് കോസ് കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടീസ്, മെമ്മറി ലാപ്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഹെഡ് ഏക്ക് പോലത്തെ, അതായത് ഫുഡ്, ചില ആൾക്കാർക്ക് ഫുഡ് കുറേ നേരം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഹെഡ് ഏക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിനൊക്കെ കാരണം ഈ ലാക്ക് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. സോ അതാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. പിന്നെ ഹാലിറ്റോസിസ് ആണ്. ഹാലിറ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ഫുഡിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ല. ഓക്കെ, അപ്പം നമ്മളെ എനർജി സോഴ്സ് അപ്പം പിന്നെ എന്തായിരിക്കും, ഫാറ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ബോഡിയിലുള്ള സ്റ്റോർഡ് ഫാറ്റ് അവർ ബേൺ ചെയ്തിട്ട് ദേ പ്രൊഡ്യൂസ് കീറ്റോൺ. ഇതിനെ കീറ്റോസിസ് എന്ന് പറയും. ഓക്കെ, കീറ്റോസിസ് കണ്ടീഷൻ എന്ന് പറയും. ഈ കീറ്റോസിന്റെ സമയത്ത് നമ്മളെ ബ്രത്തിന്റെ സ്മെല്ല് അല്ലെങ്കിൽ ബ്രത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടി അല്ലെങ്കിൽ അസറ്റോൺ ലൈക്ക് ഓർഡർ ആയിരിക്കും. ഈ കീറ്റോസിസ് നടക്കുന്നതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് അത് കേട്ടോ. ഫ്രൂട്ടി അല്ലെങ്കിൽ അസറ്റോൺ ലൈക്ക് ബ്രത്ത് ഉണ്ടാവും. സോ അതിനെയാണ് ഹാലിറ്റോസിസ് എന്ന് പറയുന്നത്. ഇത് ഡെഫിഷ്യൻസി സിംറ്റം ആയിട്ട് വരുന്നതാണ് കേട്ടോ. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യത്തിന് ഇല്ല എന്നതിന്റെ അർത്ഥമാണ്. പിന്നെ മൂഡ് ചേഞ്ചസ് ഉണ്ടാവും. ലോ കാർബോഹൈഡ്രേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറോട്ടോണിൻ പ്രൊഡക്ഷനെ അത് ഇമ്പയർ ചെയ്യും. ആൻഡ് ഇറിറ്റബിലിറ്റി ആൻഡ് ആൻസൈറ്റി. നമ്മൾ പറയില്ലേ, വിശക്കുമ്പോൾ നീ ഇല്ലാതായി മാറുമെന്ന് ഒന്ന് പരസ്യം കണ്ടിട്ടില്ലേ സ്ലിക്കേഴ്സിന്റെ. അപ്പൊ അതിന് കാരണം ഇതാണ്, നമുക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ് അവിടെ കിട്ടുന്നില്ല. സോ നമുക്ക് മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി ഉണ്ടാവും. സോ അതാണ് മൂഡ് ചേഞ്ചസിൽ വരുന്നത്. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ, ഒബ്വിയസ്ലി ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ത് ചെയ്യും, കുറയും. ആ ഒരു കണ്ടീഷനെയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അപ്പൊ ചിലർക്ക് ഡിസിനസ്, തല കറക്കുന്ന പോലെയും ഷേക്കിംഗ്, ഫെയിൻറ്റിങ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ കീറ്റോസിസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ബോഡി എന്ത് ചെയ്യും, സ്റ്റോർഡ് ഫാറ്റിനെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവിടെ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അത് ഓർത്തിച്ചേക്കുക, അതാണ് കീറ്റോസിസ്. പിന്നെ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ ഈ സ്റ്റോർഡ് ഫാറ്റിനെയും അത് കഴിഞ്ഞ് ഫാറ്റ് യൂട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ പ്രോട്ടീൻസ് ഉണ്ടല്ലോ, മസിലിലുള്ള പ്രോട്ടീൻസ് ഇവരെന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യും. ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി ഈ മസിൽസിനെ, പ്രോട്ടീനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. എന്നിട്ട് ആ ഗ്ലൂക്കോസ് പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും. ഇത് പക്ഷേ എക്സ്ട്രീം ആയിട്ടുള്ള ഡെഫിഷ്യൻസിയിലാണ് ഈ മസിൽ വേസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്താൽ മാത്രം മതി. ഇനി ടോക്സിസിറ്റി, അതായത് എക്സസ് ആയിട്ട് നമുക്ക് വേണ്ട എമൗണ്ടിനേക്കാളിലും നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനേക്കാളിലും ഓവറായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതാണ് ടോക്സിസിറ്റിയിൽ നമ്മൾ
പറയുന്നത്. സോ ആൻ ഇൻക്രീസ്ഡ് ഇൻടേക്ക് ഓഫ് കാർബോഹൈഡ്രേറ്റ് ലീഡ് ടു ഓവർ വെയിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് സ്റ്റോർ ചെയ്ത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ വെക്കും. സോ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഓവർ വെയിറ്റ്. ആൻഡ് ഇൻസുലിൻ റെസിസ്റ്റന്റ് കോസ് ചെയ്യും. അതായത് ഷുഗറിനെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് റാപ്പിഡായിട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഗ്ലൂക്കോസിന്റെ ലെവല്, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവല് ഹൈ ആക്കും. അതിനെയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുപോകും. പിന്നെ എക്സസ് ഫ്രക്ടോസ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ലിപ്പോജനസിസ്, അതായത് ഫാറ്റിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനെ അത് ട്രിഗർ ചെയ്യും. അങ്ങനെ എന്ത് പറ്റും, നമ്മളുടെ ലിവറിൽ ഫാറ്റിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും, വിച്ച് കോസ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസസ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസസ് കോസ് ചെയ്യും വെൻ കാർബോഹൈഡ്രേറ്റ് ഓർ ഫ്രക്ടോസ് ഇസ് എക്സസ് ആയിട്ട് വരുന്ന സമയത്ത് എന്ത് കോസ് ചെയ്യും, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസസ് കോസ് ചെയ്യും, NAFLD കോസ് ചെയ്യും. അപ്പൊ അതാണ് ടോക്സിസിറ്റിയിൽ വരുന്നത്. അപ്പൊ അത്രയാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ബാലൻസ്ഡ് ന്യൂട്രീഷനിലെ മേജർ ന്യൂട്രിയൻസ് നമ്മൾ നോക്കി. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പഠിച്ചത്, അതായത് മാക്രോ ന്യൂട്രിയൻറ്റിൽ ഫസ്റ്റ് വൺ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കിയിരിക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്, നമ്മുടെ ബോഡിയിൽ അവരുടെ റോൾ എന്തൊക്കെയാണ്, പിന്നെ അവരുടെ ഡെഫിഷ്യൻസി ആൻഡ് ടോക്സിസിറ്റി. സോഴ്സുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ജസ്റ്റ് അതൊന്നും കൂടെ നോക്കിച്ചോളൂ. ക്ലാസിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞത്. പിന്നെ ആ ജെലാറ്റിനൈസേഷൻ, റിട്രോഗ്രഡേഷൻ, അത് രണ്ടും കൂടെ ഒന്ന് സ്റ്റാർച്ചിൽ വരുന്നില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. അപ്പോൾ അത്രയാണ് കാർബോഹൈഡ്രേറ്റിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് ഉടനെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു എവ്രിവൺ.